മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ? ആത്മാവില്ല. വെരി ഗുഡ്. പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, മൃഗം ചിരിച്ച് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? രാവിലെ പശുവിനെ കറക്കാൻ പോകുമ്പോൾ പശു ചിരിച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ മയങ്ങിപ്പൂത്തില്ലേ? അപ്പോളെ ഫ്ലാറ്റാകത്തില്ലേ കൊച്ചമ്മ? ഇല്ലേ? പശു ചിരിച്ചോ? ഇല്ല. പട്ടി ചിരിച്ചോ? ഇല്ല. നമ്മൾ പറയും പട്ടി ഇളിക്കുക എന്ന് പറയും. ചിരിക്കുമോ? കണ്ണൂർ ഭാഷ വ്യത്യാസമായിരിക്കാം. എന്നാലും മൃഗത്തിന് ചിരിക്കാൻ ഒക്കുമോ? ഇല്ല. ആർക്കേ ഒക്കത്തുള്ളൂ? മനുഷ്യന്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് ദയവായിട്ടൊരു അപേക്ഷ, വലിയ മനക്കെട്ടിയില്ല, ഷോയ എല്ലാം ഒന്ന് ചിരിച്ചൊക്കെ ഇരിക്കാവേ. അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നൊരു സന്ദേശമുണ്ട്, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇറങ്ങിപ്പോടാന്ന. അതുകൊണ്ട് കാരണം ഞങ്ങളുടെ അവിടെ പണ്ടൊരു അപ്പച്ചൻ, പണ്ടൊരു അപ്പച്ചൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഈ സന്തോഷം കൂടുമ്പോൾ അപ്പച്ചൻ പറയും ഗ്ലോറി, അമേൻ, ഇങ്ങനെ തന്നെ അമേൻ. അപ്പോൾ ഒരു ദൈവദാസൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ഞാനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പുള്ളിക്ക്, പ്രസംഗിക്കുന്ന പുള്ളിക്ക് ഞാൻ 1 മണിക്കൂർ കൊടുത്തു. മിനിമം 45 മിനിറ്റെങ്കിലും എടുക്കാം, 50 മിനിറ്റ് വരെ പോകാം. അദ്ദേഹം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇരുന്നു. ഞാൻ ചോദിച്ചു എന്നെ പണിയാണ് കാണിച്ചേ? 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നൗ ഐ ആം കൺക്ലൂഡിങ് മൈ മെസ്സേജ്, ഇഫ് ഗോഡ് അലൗസ് നെക്സ്റ്റ് ടൈം ഐ വിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹം. ഞാൻ ചോദിച്ചു എന്താ പറ്റി? അല്ല പാസ്റ്റേ, ഞാൻ എഴുന്നേറ്റ് നിന്നപ്പം തൊട്ടാ അപ്പച്ചൻ പറയുക പോടാ ഇരിക്കടാ, ഇരിക്കടാ, പോടാ ഇരിക്കടാ, പോടാ. ഞാൻ പിന്നെ എങ്ങനെ പ്രസംഗിക്കാം? പുള്ളി സന്തോഷം കൊണ്ട് അങ്ങനെ തന്നെ ആമേൻ പോരട്ടെന്നാ പറഞ്ഞേ. പുള്ളിക്ക് തിരിഞ്ഞെന്താ? ഇരിക്കടാ, പോടാ. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് വിനീതമായ അപേക്ഷ, ചിരിച്ചൊക്കെ ഇരിക്കണേ, സന്തോഷമായിട്ടിരിക്കണേ. എന്തെങ്കിലും അച്ചായനോട് പിണക്കുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് നേരത്തെ മറന്നേരെ, നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഓർക്കാം. അതുകൊണ്ട് എല്ലാം മറന്ന് ഒന്ന് സന്തോഷമായിട്ടിരിക്കണം. അപ്പം മനുഷ്യന് മാത്രമേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? ചിരിക്കാനൊക്കത്തുള്ളൂ. ചിരിക്കണം. ജീവിച്ചിരിക്കുമ്പോഴേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? ചിരിക്കാനും ഒക്കത്തുള്ളൂ. മരിച്ചാൽ ചിരിക്കാനൊക്കുമോ? ഇല്ല. അപ്പം ചിരിക്കണം, വേണ്ടേ? ചിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ് പറഞ്ഞു, ആത്മാവ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് മനുഷ്യന് വിവേകമുണ്ട്. മൃഗങ്ങൾക്കോ വികാരമുണ്ട്. മനുഷ്യനും വികാരമുണ്ട്. ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ റെസ്പോണ്ട് ചെയ്യണം. ഉണ്ടോ? ഉണ്ട്. എന്നാൽ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? മനുഷ്യന് വിശപ്പുണ്ടോ? ഉണ്ട്. മൃഗങ്ങൾക്കും എന്തുണ്ട്? വിശപ്പുണ്ട്. ഈ തെരുവ് നായ്ക്കൾ പലപ്പോഴും കൂട്ടം കൂടി ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? വിശന്നിട്ടാ. അതുകൊണ്ടാണ് പലരും കോവിഡിലൊക്കെ അതിന് ഫുഡ് കൊടുത്തത്. ഫുഡ് കിട്ടിയാൽ ഇതങ്ങനെ ഓടിച്ചിട്ട് കടിക്കത്തില്ല. വിശന്ന് കിടക്കുമ്പം കൈ കിട്ടുന്നതിന് എന്ത് ചെയ്യും? കടിക്കും. അപ്പം മനുഷ്യനും വിശപ്പുണ്ട്, മൃഗങ്ങൾക്കും എന്തുണ്ട്? വിശപ്പുണ്ട്, അല്ലേ? അപ്പോൾ വികാരങ്ങളുണ്ട്. മനുഷ്യന് ഭയമുണ്ട്, മൃഗങ്ങൾക്കും എന്തുണ്ട്? ഭയമുണ്ട്. പാമ്പ് മനുഷ്യനെ കൊത്തി കടിച്ചു, പാമ്പ് കടിച്ചു. ഭയം കൊണ്ടോ ധൈര്യം കൊണ്ടോ? ഭയം കൊണ്ടാ. കടിയേറ്റ മനുഷ്യൻ ചത്തു. ഭയം കൊണ്ടോ വിഷം കൊണ്ടോ? അല്ല, ഭയം കൊണ്ട്. ഒരിക്കൽ ചേരയും മൂർഖനും കൂടെ വാത് വെച്ചു. ചേരയ്ക്കാണോ വിഷം, മൂർഖനാണോ വിഷം? വെറ്റുവെക്കുന്നോ? ആർക്കാ വിഷം? മൂർഖന്. അല്ല, ചേരയ്ക്കാ. വെറ്റുവെക്കുന്നോ? ഇവർ തമ്മിൽ വഴക്കായി. ആര്? ചേരയും മൂർഖനും കൂടെ. ചേര പറഞ്ഞു എനിക്കാ വിഷം. മൂർഖൻ പറഞ്ഞു പൊട്ട, മിണ്ടായിരി, വഴക്കുണ്ടാക്കാൻ. ഇല്ല, എനിക്കാ വിഷം. അല്ല, എനിക്കാ. അപ്പം പറഞ്ഞു ബെറ്റ്. വാത് വെച്ചു. വാത് ഇതായിരുന്നു. രണ്ടുപേരും കൂടെ കണ്ടത്തിൻ്റെ വരമ്പത്ത് പോയി അവിടെ കിടന്നു. ആദ്യം വരുന്ന ആളെ മൂർഖൻ കടിക്കുക, രണ്ടാമത് വരുന്ന ആളെ ചേര കടിക്കുക. ആർക്കെന്ത് പറ്റുമെന്ന് നോക്കാം. സമ്മതിച്ചു. കപ്പയും മേടിച്ച് അച്ചായൻ വീട്ടോട്ട് പോയപ്പം ആദ്യം പോയ അച്ചായനെ ചേര കടിച്ചു. അല്ല, മൂർഖൻ കടിച്ചു. കടിച്ച മൂർഖൻ തല ഇങ്ങ് വലിച്ചു. ഇയാൾ ചത്ത്. ഇയാൾക്ക് എന്തോ പറ്റുമെന്നറിയാൻ ചേര ഇങ്ങനെ തല പൊക്കി നോക്കിയിരുന്നു. അച്ചായൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെ കണ്ടു? ചേര കണ്ടു. പന്ന ചേര. കടിച്ചില്ല. വയറ്റിനി അത്താഴം എങ്ങനെ കഴിക്കും? അയാൾ പോയി, ഒന്നും പറ്റിയില്ല. അടുത്ത ആൾ വന്നു. അയാളെ ആര് കടിച്ചു? ചേര കടിച്ചു. തല വലിച്ചു. ഇയാൾക്ക് എന്ത് പറ്റിയെന്നറിയാം. മൂർഖൻ തല പൊക്കി നോക്കി. അങ്ങേര് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെ കണ്ടു? മൂർഖനെ കണ്ടു. മുമ്പോട്ട് വീണു, ചത്തുപോയി. അപ്പോൾ ആർക്കാ വിഷം? ആർക്കാ വിഷം? ചേരയ്ക്കാ വിഷം. എന്നാ കാര്യം ചോദിച്ചാൽ അത് കുത്തിയതും ഭയന്നത്, നമ്മൾ ചത്തതും
ഭയമില്ലെങ്കിൽ പെട്ടെന്ന് ഏക്കത്തില്ല. ഭയത്തിൽ കൂടെ ഇത് രാസപദാർത്ഥങ്ങൾ പ്രവേശിക്കുക. അപ്പം മനുഷ്യനും വികാരം, മൃഗങ്ങൾക്കും എന്തുണ്ട്? വികാരം. എന്നാൽ മനുഷ്യനും മൃഗവും തമ്മിലുള്ള പ്രഥമമായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, മനുഷ്യനെ നിയന്ത്രിക്കുന്നത് വികാരങ്ങളാണ്, എന്നാൽ മൃഗത്തെ വിവേകമാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള വിവേകമുണ്ട്. എന്നാൽ മൃഗത്തെ നിയന്ത്രിക്കുന്നത് എന്ത് മാത്രമാണ്? വികാരമാണ്, അല്ലേ? വികാരമാണ്. പരിശുദ്ധമായ പരിപാവനമായ പുണ്യപ്പെട്ട അമ്പലത്തറയിലൂടെ വലം വെക്കുക. തിടമ്പെടുത്ത ആന ഇങ്ങനെ തിടമ്പെടുത്തുകൊണ്ട് വലം വെക്കുമ്പോൾ ആനക്ക് മൃദുഭാഷയെന്ന് പറയും. ആനയ്ക്ക് രണ്ടുക്ക് പോകണം തോന്നി. മലയാളത്തിൽ മൃദുഭാഷ പ്രയോഗമുണ്ട്. കറക്റ്റ് ഡയറക്റ്റ് പറയാതെ രണ്ടുക്ക് പോകണം തോന്നി. ആന എവിടെ ഉണ്ട്? റെസ്റ്റ് റൂമൊന്നും തിരക്കുമോ? ഇല്ല. ആന പോകും. ആനയ്ക്ക് എന്തേ ഉള്ളൂ? വികാരമേ ഉള്ളൂ. എന്തില്ല? വിവേകമില്ല. എന്നാൽ മനുഷ്യന് ദൈവം എന്തു കൊടുത്തു? വിവേകം, തീരുമാനശേഷി, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. എന്നിട്ട് ഏദൻ്റെ തോട്ടത്തിലാക്കി വെച്ചു. ബന്ധങ്ങൾ, കുടുംബം സ്ഥാപിച്ചു. ഏദൻ്റെ തോട്ടത്തിലാക്കി വെച്ചു. പറഞ്ഞു, നിങ്ങൾക്കെല്ലാം കഴിക്കാം, പക്ഷെ എന്തുമാത്രം കഴിക്കരുത്? തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? കഴിക്കരുത്. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, തിന്മ നന്മ നിശ്ചയിക്കുന്ന വൃക്ഷമാണ്. തിന്മയും നന്മയും നിശ്ചയിക്കുന്ന വൃക്ഷം. അപ്പോൾ തിന്മ നന്മ നിശ്ചയിക്കുന്ന വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് ദൈവം പറയാൻ കാര്യം ഒറ്റ കാര്യമാണ്. തിന്മയും നന്മയും നിശ്ചയിക്കാനുള്ള അധികാരം നമുക്കാണോ ദൈവത്തിനാണോ? നമുക്കാണോ ദൈവത്തിനാണോ? ദൈവത്തിനാണ്. നമ്മുടെ കയ്യിൽ ഈ അധികാരം കിട്ടിയാൽ നമ്മൾ തിന്മ എന്താക്കും? നന്മയാക്കും. നന്മ എന്താക്കും? തിന്മയാക്കും. ഇല്ലേ? കൊല്ലുന്നത് തിന്മയോ നന്മയോ? തിന്മ. പക്ഷേ ഇന്ന് പലരും കൊല്ലുന്നത് എന്തായി കണ്ടോണ്ടാ? നന്മയായി കണ്ടോണ്ടാ. അപ്പം തിന്മയെ നന്മയാക്കും, നന്മയെ തിന്മയാക്കും. അപ്പം തന്നെ ഓർക്കപ്പെടേണ്ട വലിയൊരു കാര്യമുണ്ട്. ഈ സാത്താന് ഭയങ്കര കണ്ണിങ്ങാണ്. സാത്താനുള്ള ഏറ്റവും വലിയൊരു കഴിവാണ് അസത്യത്തെ സത്യമായിട്ട് അവതരിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. അസത്യത്തെ സത്യമായിട്ട് അവതരിപ്പിക്കാനുള്ളൊരു കഴിവ് സാത്താനുണ്ട്. സാത്താൻ പലപ്പോഴും കള്ളത്തെ സത്യമാവും. അങ്ങനെയാണ് ഈ അഡ്വർടൈസ്മെൻറ്റിൽ പലപ്പോഴും മനുഷ്യൻ വീഴുക. ഭയങ്കര അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ശാഖയാണ്. അവർ നോക്കുന്നത് ഒറ്റ സിമ്പിൾ വാചകമായിരിക്കും. ആ സിമ്പിൾ വാചകം, ആ സിംഗിൾ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം മതി. ഒറ്റ സിമ്പിൾ. എന്തൊരു അഡ്വർടൈസ്മെൻറ്റാണ്! ജനകോടികളുടെ വിശ്വസ്ത, നേരോടെ നിർഭയം വരും, എല്ലാം ശരിയാകും. ഒറ്റ വാക്കാണ്, പക്ഷേ അഡ്വർടൈസ്മെൻറ്റാണ്. സാത്താൻ വന്നിട്ടൊരു അഡ്വർടൈസ് ചെയ്തു, ഈ ഫലം തിന്ന നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ആരെ പോലാകും? ദൈവത്തെ പോലാകും. ദൈവത്തെ പോലാകും. അപ്പോൾ സാത്താനോട് ചോദിക്കുക, മനുഷ്യനോട്, ഈ കഴിക്കരുത് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം സ്ത്രീ പറഞ്ഞു, കഴിക്കരുതെന്ന് മാത്രമല്ല തൊടുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞോ? ഇല്ല. ഇവിടെ ഒരു കാര്യം വിശ്വാസികൾ ഓർത്തോണം. അതിവിശുദ്ധിയും അതിവിനയവും കാണിക്കുന്നവരെ ജന്മത്ത് വിശ്വസിക്കരുത്. എന്തുകൊണ്ട് വിശേഷം? കാലേ വാരാന അടുപ്പിക്കരുത്. എപ്പം വാരിയെന്ന് ഓർത്താൽ മതി. അതിവിനയവും അതിവിശുദ്ധിയും. അതിവിശുദ്ധിയാ തുടരുന്ന് പറഞ്ഞോ? ഇല്ല, തൊട്ടുപോലും. എനിക്ക് സത്യത്തിൽ എന്നോട് പിണങ്ങരുത്. ഈ ഭയങ്കര വിശുദ്ധിയും പ്രവചനവും ഒക്കെ പറഞ്ഞ് വെള്ളിയിക്കുന്ന ചിലരെ എനിക്ക് പേടിയാണ്. എന്നാണെന്നറിയാമോ? ഇവരോടൊക്കെ ദൈവം ഡയറക്റ്റ് കണക്ഷനാണ്. നമ്മൾ പറഞ്ഞാൽ ഇവർ കേൾക്കത്തില്ല. അവർക്ക് ഡയറക്റ്റ് കണക്ഷനാണ്. അങ്ങനെയുള്ളൊരു 3 സഭയെ വന്നാൽ മതി. എപ്പോൾ ഉപദേശിയുടെ കഥ കഴിഞ്ഞെന്ന് ഓർത്താൽ മതി. കാരണം അവരങ്ങ് മേളില, എല്ലാറ്റിലും മേലില്ല. ഇവരെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇവർ 100 മീറ്റർ ഓടി കാണും, പിന്നെ കാണത്തില്ല. എന്നാൽ ക്രിസ്തീയ ജീവിതം 100 മീറ്റർ അല്ല, മാരത്തൺ ഓടണം. എനിക്ക് ഭയങ്കര ബഹുമാനമാണ് പ്രായമുള്ള ദൈവദാസന്മാരെ. എന്താ കാര്യം എന്നറിയാമോ? 50 വർഷത്തെ ക്രിസ്തീയ ജീവിതം, 60 വർഷത്തെ ശുശ്രൂഷ, ബഹുമാനം തോന്നും. അവർ ഓടിയത് 100 മീറ്റർ ആണോ മാരത്തൺ ആണോ? മാരത്തൺ ഓടി. എന്താ കാര്യം? വലിയ ബഹളമൊന്നും വെച്ചില്ല, ആരും അറിഞ്ഞില്ല, വലിയ പോസ്റ്ററിലൊന്നും പരസ്യമൊന്നും വന്നില്ലെങ്കിലും ശാന്തമായിട്ട് എന്ത് ചെയ്തു? ഓടി. ഈ എളിവൻ്റെയും പോസ്റ്ററും പടവും എല്ലാം എപ്പോഴും വരുന്നുണ്ട്.
എനിക്ക് സത്യത്തിൽ പേടിയാണ് ഇത് കാണുമ്പോൾ. എന്നാ കാര്യം എന്നറിയാമോ? ഞാനൊരിക്കൽ തിരുവനന്തപുരത്തുനിന്ന് വരിക, അന്ന് പോസ്റ്ററൊക്കെ വരുന്നേ ഉള്ളൂ, എളിയവൻ്റെയും ഫോട്ടോയൊക്കെ വരാൻ തുടങ്ങി. അപ്പം തിരുവനന്തപുരം കഴിഞ്ഞൊരു വളവ് വന്നപ്പോൾ ഒരു മരത്തേൽ വലിയൊരു പോസ്റ്റർ ഈ എളിയവൻ്റെ കിടക്കുന്നു. വലിയൊരു പോസ്റ്റർ. വണ്ടി ഓടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ പണ്ടി പെട്ടെന്ന് തിരിച്ചു നിർത്തി. എന്തെന്നറിയാമോ? അച്ചാച്ചൻ്റെ ഫോട്ടോ കിടക്കുന്നു. അവർ ഫോട്ടോ എടുക്കാനാ, എല്ലാവരും കാണിക്കാൻ. എനിക്ക് സത്യത്തിൽ പേടിയാണ് വന്നേ. കാരണം മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാ. അല്ലേ? മരത്തിന്മേ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നു. പോട്ടെ, വേറെ കോണ്ടസ്റ്റാ. എന്നാലും നമുക്ക് ഈ 100 മീറ്റർ അല്ല ഓടേണ്ടത്. എന്ത് ഓടണം? മാരത്തൺ ഓടണം. എല്ലാവരും പറഞ്ഞേ എങ്ങനെ ഓടണം? മാരത്തൺ. അടുത്തിരിക്കുന്ന കര ഒന്ന് പിടിച്ച് പറഞ്ഞേ, അച്ഛാ ഓടണം. എന്താ ഓടണം? മാരത്തൺ. അവസാന ശ്വാസം വരെ ഓടണം കേട്ടോ. എല്ലാവരും പറ, മാരത്തൺ ഓടണം. 100 മീറ്റർ ഓടി നിർത്തരുത്. മാരത്തൺ ഓടണം അവസാന ശ്വാസം വരെ. ആരംഭത്തെക്കാൾ നല്ല അവസാനം കിട്ടണം. ദൈവത്തെ സ്തുതിച്ചേ. ഓടണം. പക്ഷെ സാത്താൻ്റെ സ്ട്രാറ്റജിയിൽ അവർ വീണു. ആ ട്രാപ്പിൽ വീണപ്പോൾ അവർ കഴിച്ചു. ആദമിന് കൊടുത്തു, മനുഷ്യന് കൊടുത്തു. ഇരുവരും പാപികളായി മാറി. അവരുടെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു. തമ്പുരാൻ വന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടാണെന്ന് ചോദിച്ചപ്പോൾ അവർ അത്തിയുടെ കീഴിൽ കയറിയ ഇലകൾക്കിടയിൽ എന്ത് ചെയ്തു? ഒളിച്ചു. അല്ലേ? ഒളിച്ചു. എന്തിനവർ ഒളിച്ച്? പാത്തിരുന്നു. പാപം ചെയ്തതാണ്, തോൽവിയാണ്. പിള്ളേരെ, മക്കളെ, എല്ലാത്തിനും A+ മാർക്ക്. ഇപ്പോഴത്തെ മിഡ് ടേമിൻ്റെ മാർക്ക് കിട്ടി. 50, 40, 25, 24 എല്ലാത്തിനും നല്ല മാർക്ക്. അച്ചായൻ ലേറ്റായിട്ട് വന്നാലും പിള്ളേർ ഉറങ്ങുമോ ഉണർന്നിരിക്കുമോ? പറ, ഉറങ്ങുമോ ഉണർന്നിരിക്കുമോ? ഉണർന്നിരിക്കും. എല്ലാത്തിനും തോറ്റുപോയി എന്തോ ചെയ്യും? പറഞ്ഞു. നേരത്തെ കിടന്ന് എന്തു ചെയ്യും? ഉറങ്ങും. നമ്മളൊന്ന് എന്നാടാ മക്കളെ ഇതൊക്കെ ചോദിച്ചാൽ പറയും, മനുഷ്യനെ ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. എന്തൊരു ഗതികേടാ. എന്താ കാര്യം? തോറ്റു. മനുഷ്യൻ പാപം ചെയ്തു. പാപം ചെയ്ത് അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പ്രശ്നം എന്താ ഉണ്ടായെന്നറിയാമോ? പാപത്തിന് ശേഷമാണ് മക്കളുണ്ടായത്. ശ്രദ്ധിച്ച് കേൾക്കണേ. മക്കൾ പാപഫലമാണോ? അല്ല, ഒരിക്കലും. മക്കൾ എന്തല്ല? പാപഫലമല്ല. അല്ല, അങ്ങനെ വിശ്വസിക്കരുത്. അല്ല. കാരണം സങ്കീർത്തനം 127 മക്കൾ യഹോവ നൽകുന്ന അവകാശം. ചേർന്ന് പറഞ്ഞേ, ഉദരഫലം അവിടുന്ന് തരുന്ന പ്രതിഫലം. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവിടുന്ന് തരുന്ന പ്രതിഫലം. മകനാണോ മകളാണോ മക്കളാണോ? മകനാണോ മകളാണോ മക്കളെന്നാണോ? മക്കൾ. നിന്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളികളെന്നാണോ മുന്തിരി വള്ളിയെന്നാണോ? മുന്തിരി വള്ളി പോലെ. അടുത്തത്, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈന്നാണോ ഒലിവ് തൈകളെന്നാണോ? ക്രൈസ്തവ സമൂഹം അറിയണം, മക്കൾ ദൈവത്തിൻ്റെ ദാനാണ്. മക്കൾ വേണം, വേണ്ടേ? വേണം. ഇന്നത്തെ ഏറ്റവും വലിയ എന്നാന്നറിയാമോ? ഇപ്പോഴത്തെ ഒരു ന്യൂ ട്രെൻഡാണ് ഡിങ്ക്. എന്തെന്നറിയാമോ? ഡിങ്ക്. ഡ്യുവൽ ഇൻകം, നോ കിഡ്സ്. ഡ്യുവൽ ഇൻകം, ഭാര്യയും ഭർത്താവിനും ഇൻകം. ഐറ്റിയ ഇഷ്ടം പോലെ പൈസ. അവിടെ പൈസ, രണ്ടുപേരും നല്ല ലക്ഷങ്ങളുടെ ജോലിയാണ്. പിള്ളേർ വേണ്ട. എന്താ? എല്ലാ അവധിക്കും പാരീസ്, മലേഷ്യ, സിംഗപ്പൂര് ലോകം കാണുക. ആര് വേണ്ട? മക്കൾ വേണ്ട. അങ്ങനെ അല്ല വേദപുസ്തകം പറയുന്നത്. മക്കൾ ദൈവം തരുന്ന എന്താ? ദാനമാണ്. ഒത്തിരി പിള്ളേർക്ക് ഇപ്പം കല്യാണം കഴിക്കാൻ പേടിയാണ്. കാരണം മക്കൾ വേണ്ട. കെട്ടിയാൽ തന്നെ ഒന്നേ ഒരു കുഞ്ഞ് മാത്രം ആകാവുന്ന ഒന്ന്. മക്കളെ വേണ്ട. നിർബന്ധമാണെങ്കിൽ ഒന്നെന്ന് പറഞ്ഞ കൊച്ചിനോട് ഞാൻ ചോദിച്ചു, നീ എത്രാമത്തെയാ? ഞാൻ വീട്ടിലെ 4-മത്തെയാ. നിൻ്റെ അമ്മ അന്ന് പറയുക 1 മതിയെന്ന് പറഞ്ഞായിരുന്നേ നീ കാണുമോ? ഇല്ല. 2-മത്തവരൊന്ന് കൈപൊക്കിക്കേ. വീട്ടിലെ 2-മത്തവരൊന്ന് കൈപൊക്കാമോ? സന്തോഷ, ഞാനും 2-മത്തെയാ. കൈ താത്തിട്ടു. സന്തോഷം. 3-മത്തേത് സന്തോഷം. 4-മത്തെ സന്തോഷം. 5-മത്തെ ദൈവമേ, ആ അമ്മയ്ക്കൊക്കെ പുണ്യം, വാഴ്വ്. 6-മത്തെ വല്ലവരും ഉണ്ടോ? 6-മത്തെ ഉണ്ട്. എവിടെ? താണ്ട് ഒന്ന് കൈയടിച്ച്. അവർക്കല്ല, അവരുടെ അമ്മയ്ക്ക് ഉണ്ടോ ഇല്ലയോ അറിയില്ല. 6-മത്തെ. 7-മത്തെ ഉണ്ടോ? ഉണ്ട്. പുറകി അവൾ അമ്മച്ച് 7. ദൈവം അനുഗ്രഹിക്കട്ടെ. 8-മത്തെ ഉണ്ടോ? ഉണ്ട്. എൻ്റെ പൊന്നെ, 8-മത്തെ. അത്താണ്. ഇത് കുടിയേറ്റ ഗ്രാമം. നമ്മുടെ അമ്മമാർ തെറുള്ളവരായിരുന്നു. 8-മത്തെ. 9-മത്തെ ഉണ്ടോ?
ഉണ്ട്. കണ്ടോ? 9. കൈ അടി, എവിടെ ഓർഗൻ അടി, അമ്മച്ചിക്ക് ഒരു ഇതൊക്കെ കൊടുക്കണ്ട. 9. 10 ഉണ്ടോ? ഉണ്ട്. 10. 11 ഉണ്ടോ? ഉണ്ട്. എന്റെ ദൈവമേ, രണ്ട് മണി 11. ഒന്ന് ഒരു മുറിയായിരിക്കുന്നവരൊക്കെ കാണണം. 11. 12 ഉണ്ടോ? ഇല്ല. ഞാൻ ഇന്നലെ ഒരിടത്ത് ചോദിച്ചപ്പം 12 വരെ കൈപൊക്കി. സ്തോത്രം. കണ്ടോ? ആരാ? മക്കള്. അതുകൊണ്ടാണ് മക്കളെ പോവാൻ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിൽ മക്കളുണ്ടാണെങ്കിൽ പിള്ളേരെ എപ്പം കെട്ടിക്കണം. നേരത്തെ കാലത്തെ കെട്ടിക്കണം. മനസ്സിലാകുന്നുണ്ടോ? കെട്ടിയാലേ പിള്ളേരുണ്ടാകത്തുള്ളൂ. ഇന്ന് മക്കൾ വേണ്ടെന്ന് പറയുന്ന സമൂഹത്തിൽ ഇതൊരു വലിയ സ്ട്രാറ്റജിയാണ്. ബർവ പറഞ്ഞു പിള്ളേരെ കൊന്നേക്കാൻ. വേണ്ടാന്ന് ഇന്ന് പുതിയ രീതി വേണ്ടാന്ന് വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. അടുത്ത കർത്താവ് വരാൻ താമസിച്ച 40 വർഷം കഴിഞ്ഞാൽ സഭ കാണത്തില്ല. കുഞ്ഞുകളിക്കല്ലേ അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, മക്കളെ എൻ്റെ അടുക്കൽ വരാൻ വിടുവിൻ, അവരെ എന്ത് ചെയ്യരുത്? തടയരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒരു കുഞ്ഞ് ജനിച്ചു, ശ്രദ്ധിക്കണം, സന്ദർഭവശാൽ പറഞ്ഞതാ. ഒരു കുഞ്ഞ് ജനിച്ചു, 3-ാം മാസം അബോട്ടായി പോയി, കുഞ്ഞ് വയറ്റി വെച്ച് അബോട്ടായി പോയി. ആ കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? കാണും. ആമേൻ പറയാമോ? ജനിച്ചു മതി മോനെ. ഞാൻ അന്നേരം അതൊരു സന്തോഷം പറഞ്ഞു. ജനിച്ചു, 1-ാം മാസത്തിൽ അങ്ങ് മരിച്ചുപോയി, സ്വർഗത്തിൽ കാണുമോ? കാണും. നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ച കൊച്ചു സ്വർഗത്തിൽ കാണുമോ? നിങ്ങൾ കുഞ്ഞ് വേണ്ടാന്ന് വെച്ചാൽ ആ കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ? ഇല്ല. മക്കൾ വേണ്ടാന്ന് വെച്ചാൽ എന്താ നഷ്ടപ്പെടുന്നറിയാമോ? ജനിക്കാൻ പോകുന്ന മക്കളുടെ നിത്യത നഷ്ടപ്പെടുത്തുക. മറക്കരുത്. ജനിച്ച മക്കൾക്ക് എവിടെ പോകാൻ ഒക്കത്തുള്ളൂ? നിത്യത. അപ്പം മക്കൾക്ക് ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങളെയല്ല, നിത്യതയ്ക്ക് വേണ്ടി ദൈവത്തോടൊപ്പം സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നതിൻ്റെ പേരാണ് ക്രൈസ്തവ ദൗത്യം. ഇതൊരു ക്രിസ്തീയ ദൗത്യമാണ്. എല്ലാ അമ്മമാരെ, ആ അമ്മമാർ 12 പ്രസവിച്ച, 11 പ്രസവിച്ച, 8 പ്രസവിച്ച ആ അമ്മമാരെയൊക്കെ ഓർത്ത് ഉണ്ടെങ്കിൽ സ്തോത്രം ചെയ്യണം. അല്ലേ? മറക്കരുത്. ആരെങ്കിലുമൊക്കെ ഇത് പറയണ്ടേ? നമ്മുടെ എല്ലാ അമ്മമാരെയും അപ്പന്മാരെയും ഒക്കെ ഓർത്ത് സ്തോത്രം ചെയ്തേ. 6, 7, 8, 9 മക്കളെ എങ്ങനെ വളർത്തി? മലമ്പാമ്പിനോടും മലയോടും ഒക്കെ മണ്ണിനോടും പടവെട്ടി അവർ കുടിയേറി വന്നു. കുടിയേറ്റം. ഇന്നാണ് പിള്ളേരൊക്കെ കാനഡയ്ക്ക് കുടിയേറുന്നത്. അതിനു മുമ്പ് എങ്ങോട്ടാണ് കുടിയേറിയേ? ആദ്യം മലബാറി വന്നു. അച്ചായൻ നല്ലത് കണ്ടു, പുറകെ പോയി കൊണ്ടുവന്നു. ചേട്ടനെ അനിയനെ എല്ലാം 10 കുടുംബം വന്നപ്പോൾ ഒരച്ഛനെ കൊണ്ടുവന്നു, സ്ഥാപിച്ചു. എന്തെന്ന്? പള്ളിക്കടുത്ത് എന്തോ വെച്ചു? പള്ളിക്കൂടം വെച്ചു. ദൈവമേ, അവരൊക്കെ നടന്നു വന്ന വഴികൾ. എന്നിട്ടും അവർ മക്കളെ വളർത്തി, മക്കൾക്ക് ജന്മം കൊടുത്തു. ആരിൽ ആശ്രയിച്ച? ദൈവത്തിൽ ആശ്രയിച്ചു മക്കളെ വളർത്തി. ദൈവത്തിൽ ആശ്രയിച്ച് വളർത്തി വെച്ചു. നിങ്ങൾ എങ്ങനെ ചെലവിന് കൊടുക്കും? അറിയില്ല. അവർക്കൊന്നറിയാമായിരുന്നു, വാ കീറിയവൻ എരെ തരും. മക്കളാണോ തമ്പുരാൻ നോക്കിക്കോളൂ എന്നുള്ള ഉറപ്പ്. അപ്പം സന്ദർഭവശാൽ പറഞ്ഞതാണ്, മക്കൾ എന്തല്ല? പാപഫലം അല്ല. പക്ഷെ മക്കൾക്ക് എന്ത് കുഴപ്പമുണ്ടായെന്നറിയാമോ? 2 മക്കളുണ്ടായ ആദമിന് ആദ്യം ആരാ? കായീനും ആബേലും. ഒരുത്തനാരാ? കൃഷിക്കാരൻ. ഒരുത്തനാരാ? ആട്ടിടയൻ. 2 തൊഴിലേ അന്നുള്ളായിരുന്നു. ദൈവം പറഞ്ഞ 2 തൊഴിലേ ഉള്ളൂ. ഒന്ന് കൃഷി, ഒന്നൊന്ന് ആട്ടിടയൻ. ബാക്കിയെല്ലാം ലേറ്റർ ഡെവലപ്മെൻറ്റാ. അങ്ങനെ കൃഷിക്കാരനും ആട്ടിടയരും ഉണ്ടായി. അവരാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന വർഗം. അതുകൊണ്ടാണ് നമ്മൾ കൊച്ചിലെയൊക്കെ സ്കൂളിൽ പ്രസംഗിച്ച് കഴിയുമ്പോൾ പ്രസംഗം നിർത്തുന്നത് എങ്ങനെയാ? ഒന്നി ഭാരത് മാതാ ജയ് പറയും, അല്ലെങ്കിൽ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിൽ ജയ് ജവാൻ പറ, ജയ് കിസാൻ പറഞ്ഞോ, ഫസ്റ്റ് കിട്ടും. വലിയ കണ്ടന്റ് ഒന്നുമില്ലെങ്കിൽ ഇത് പറയുമ്പം പിള്ളേരെ ഉറക്കെ അങ്ങ് പറയണം. ജയ് ജവാൻ, ജയ് കിസാൻ. പ്രതിരോധം, ജവാൻ. വയറ്റി വല്ലതും കഴിക്കണമെങ്കിൽ ആര് വേണം? കിസാൻ. ജയ് ജവാൻ, ജയ് കിസാൻ. ഒരുത്തൻ ആട്ടിടയൻ, ഒരുത്തൻ ആരാ? കൃഷിക്കാരൻ. ദൈവം 2 മക്കളെ കൊടുത്തു. പക്ഷേ ഈ മക്കൾ പാപഫലമല്ല. മക്കൾ പാപമല്ലെങ്കിലും മക്കൾ പാപത്തിന് ശേഷം ഉണ്ടായതുകൊണ്ട് അവർക്ക് എന്ത് സ്വഭാവം ഉണ്ടായി? പാപ സ്വഭാവം ഉണ്ടായി. മറക്കരുത്. അതാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. പാപ സ്വഭാവം ഉണ്ടായി. പാട്ടിലെല്ലാം അതുകൊണ്ട് പാപത്തിൻ്റെ ചേറ്റിൻ്റെ കയത്തിൽ പാപ സ്വഭാവം ഉണ്ടായി.
പാപ സ്വഭാവം ഉണ്ടായി. മറക്കരുത്, മക്കൾക്ക് എന്ത് സ്വഭാവം ഉണ്ടായി? പാപ സ്വഭാവം. അച്ഛനെ പോലെ ആരിരിക്കും? മോനിരിക്കും. നമുക്ക് പ്രായമായെന്ന് നമ്മളെപ്പോഴാണ് അറിയുന്നേ? നമുക്ക് പ്രായമായെന്ന് അറിയുന്ന ഒറ്റ കാര്യമാണ്, നമ്മളിങ്ങനെ ഇരുന്നിട്ട് കൂനി എഴുന്നേൽക്കുമ്പോൾ മൂത്ത കറന്നവർ പറയാ, നിൻ്റെ അപ്പൻ എഴുന്നേൽക്കുന്ന പോലെ ഉണ്ടടാ. അപ്പോൾ ഓർത്തോണം, എന്തായി? പ്രായമായി. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും പ്രായമാകും. ആരെ പോലാകും? അപ്പനെ പോലാകും. കൂനി എഴുന്നേൽക്കുന്നു, നടക്കുന്ന പോലെ നടക്കുന്നു, ഇരുന്നിട്ട് 2 മിനിറ്റ് നിൽക്കുന്നു. ഓർത്തോണം, ആരായി? പ്രായമായി. അപ്പനെ പോലെ മോനെ. അമ്മയെ ചില പിള്ളേരെയൊക്കെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞ് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ നാട്ടുകാർ പറയത്തില്ല, ഇവളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുത്തി ഉണ്ട്. ആരെ പോലെ? പറയണ്ട, ആരാ? അല്ലേ? അതാണ് യഥാ പിത തഥാ സുധ, യഥാ മാതാ, പറഞ്ഞു ആരാ? തഥാ പുത്രി, യഥാ രാജ, തഥാ പ്രജ, യഥാ പാസ്റ്റർ, തഥാ വിശ്വാസി. സത്യമല്ലേ? കത്തോലിക്ക സഭയെ കാണാത്ത, മർത്തോമാ സഭയെ കാണാത്ത ഒരു പാരമ്പര്യം നമുക്കുണ്ട്. നമ്മുടെ വിശ്വാസികൾ ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ സ്തോത്രം ആടുന്ന കണ്ടിട്ടുണ്ടോ? എന്നാൽ കത്തോലിക്കർ അങ്ങനെ ആടത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, രാവിലെ യോഗം തുടങ്ങുമ്പോൾ പാസ്റ്റർ സ്റ്റേജേ ഇരുന്നുകൊണ്ട് എന്തോ ചെയ്യും? ആടും. ഗ്ലോറി, സ്തോത്രം, ആരാ വന്നൊക്കെ നോക്കി ആടും. ആടുന്ന പാസ്റ്ററുടെ വിശ്വാസി എന്ത് ചെയ്യും? ആടും. യഥാ പാസ്റ്റർ തഥാ വിശ്വാസി. കണ്ടോ? അപ്പം മനുഷ്യനിലേക്ക് ഈ പാപ സ്വഭാവം വന്നു. ആര് മുഖാന്തരം? അപ്പനും അമ്മയും എന്ത് ചെയ്തു? ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു. അതാണ് റോമാലേഖനം പറയുക, അടിസ്ഥാനപരമായ കാര്യം. ഏകൻ്റെ ലംഘനത്താൽ പാപം, പാപത്താൽ എന്ത്? മരണം. പാപം മരണം വിതച്ചു. മരണമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല. നമ്മൾ ശാരീരിക മരണം മാത്രമാണ് മനസ്സിലാക്കുക. പക്ഷെ നിത്യമായ മരണമുണ്ട്, അന്ത്യവിധി. അതിനെക്കുറിച്ച് വേദവസം പറയുന്നത് എന്താ? 2ാമത്തെ മരണം. 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ പറഞ്ഞേ ഭാഗ്യവാനും വിശുദ്ധനും. അവൻ്റെ മേൽ എന്തിന് അധികാരമില്ല? 2ാം മരണത്തിന് അധികാരമില്ല. അപ്പോൾ അങ്ങനെ ആത്മീയ മരണം, ശാരീരിക മരണം, നിത്യമായ മരണം, ഇത് 3 മരണം വിതച്ചു പാപം. അതുകൊണ്ടാണ് റോമർ 5:13 വായിച്ചേ. അതിനാൽ ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ മരണം, പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ, വായിച്ചേ, ആദം പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. 14ാമത്തെ വാക്യം, എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ എവിടുന്ന് വരെ വാണു? മോശ വരെ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ആദം മുതൽ മോശ വരെ വാണു. എന്താ കാരണം എന്നറിയാമോ? മോശയുടെ കാലഘട്ടത്തിലാണ് നമുക്ക് എന്ത് കിട്ടിയത്? ന്യായപ്രമാണം. ന്യായപ്രമാണത്തെ സിമ്പിളായിട്ട് ഇത്ര പറഞ്ഞാൽ മതി. നിയമം കിട്ടി. നിയമം ശ്രദ്ധിക്കണം. നിയമം കൊടുത്തു മോശയുടെ കാലഘട്ടത്തിൽ. നിയമം, ന്യായപ്രമാണം വരെ മോശ വരെ ഇല്ലായിരുന്നു. മോശയുടെ കാലഘട്ടത്തിൽ എന്ത് കൊടുത്തു? ന്യായപ്രമാണം അഥവാ നിയമം കൊടുത്തു. നിയമം മോശമാണോ? അല്ല. പക്ഷെ നിയമം ഉള്ളിടത്ത് എന്തോ ഉണ്ടാകും? നിയമലംഘനം ഉണ്ടാകും. മനസ്സിലായോ? നിയമലംഘനം ഉണ്ടാകും. മനുഷ്യൻ്റെ അകത്ത് എന്തോ ഇരിപ്പുണ്ട്? പാപം. അടിസ്ഥാനപരമായ കാര്യം എന്തുണ്ട്? പാപമോ അവസരം കിട്ടുമ്പോൾ എന്നെ ചതിച്ചു, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കണേ, പാപം എല്ലാ മനുഷ്യൻ്റെ അകത്തുണ്ട്. സിമ്പിളൊരു ഉദാഹരണം പറയാം. കട്ട് കള്ളനാകുകയാണോ കള്ളനായതുകൊണ്ട് കക്കുകയാണോ? മക്കൾ പറയണേ, കുഞ്ഞുമക്കൾ പറഞ്ഞേ, കട്ട് കള്ളനാകുകയാണോ കള്ളനായതുകൊണ്ട് കക്കുകയാണോ? പറയണം, ശരി ഉത്തരം പറയണം. തെറ്റാന്നേലും പറയണം. പറഞ്ഞേ, കട്ട് കള്ളനാകുകയാണോ കള്ളനായതുകൊണ്ട് കക്കുകയാണോ? കട്ട് കള്ളനാകുവാണെങ്കിൽ കട്ടാലേ കള്ളനാകത്തുള്ളൂ. പക്ഷെ തലേദിവസം പോയി നോക്കി പട്ടിയുണ്ടോ, ഏതുവഴി ഓടാം, എവിടെ ഫീസ്, ഇതെല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്ത്? കട്ട്. 3-4 ദിവസം അതുവഴി പോയി ഒബ്സർവേഷൻ നടത്തി. അപ്പം കട്ടപ്പോഴാണോ കള്ളനായത്? കള്ളനായതുകൊണ്ടാണോ കട്ടെ? കള്ളനായതുകൊണ്ടാണ് കട്ടെ. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെ അകത്തെന്തോ ഇരിപ്പുണ്ട്. ഒരു കള്ളനുണ്ട്. അവസരം കിട്ടുമ്പോൾ പുറത്ത് വരും. എങ്ങനെ? ഒരു കുഞ്ഞ് സ്കൂളിൽ നിന്ന് പേനാ പൊട്ടിച്ച് സ്കൂളിലെ പേരൻസ് കംപ്ലൈൻറ്റ് ചെയ്തു. അവൻ്റെ അപ്പനെ വരുത്തി. അപ്പം വലിയ മാന്യനായ ഒരു ഉദ്യോഗസ്ഥനാണ്. സാറുമാരങ്ങ് വഴക്ക് പറഞ്ഞു, നാണം കെട്ട്, എന്താ ഇത് പേനാ പൊട്ടിക്കുക, നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുന്നില്ല?
അപ്പൻ ഇറങ്ങിപ്പോയപ്പോൾ മോനിങ്ങനെ നിൽക്കുന്നു. അപ്പൻ ചമ്മി പറഞ്ഞടാ, എന്തിനാ നീ അപ്പനെ പറയിപ്പിച്ചത്? എടാ എന്തിനാടാ നീ അപ്പനെ പറയിപ്പിച്ച്? നിനക്ക് എത്ര പേന വേണമല്ലോ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ അടിച്ചുകൊണ്ട്, ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാൻ അടിച്ചുകൊണ്ട് വരത്തില്ലായിരുന്നു. അപ്പം അപ്പൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി? ഓഫീസിൽ നിന്ന് അടിച്ചു മാറ്റി. മോൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി? സ്കൂളിൽ നിന്ന് അടിച്ചു. യഥാ പിത തഥാ സുത, യഥാ മാത തഥാ പുത്രി, ഇല്ലേ? അത് നമ്മളെല്ലാവരും എതുവഴിയെങ്കിലുമൊക്കെ വരും. ചില പിള്ളേരൊക്കെ ഇങ്ങനെ വിറച്ച് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ആ ചത്തുപോയ മാവി പറയ്ക്കുന്ന പോലാന്ന്. ഭൂതം കയറിയതല്ല, മാവിയുടെ ഒരു അംശം ആര് കിടപ്പുണ്ട്? കൊച്ചി കിടപ്പുണ്ട്. അങ്ങനെയാണ് മനുഷ്യൻ. പലരുടെയും കൂടെ സാംശീകരിച്ചാണ് നമ്മൾ വരിക. അപ്പം മനുഷ്യൻ്റെ അകത്ത് എന്ത് കിടപ്പുണ്ട്? പാപം. ഈ പാപം എന്ത് ചെയ്യിപ്പിക്കും? പാപം ചെയ്യിപ്പിക്കും. നിയമം വന്നു, മോശ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, അപ്പനെ അമ്മയും ബഹുമാനിക്കണം. പിന്നെ കൽപ്പനകളാ, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, കൊല ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്. പക്ഷേ ഒരു കാര്യം, അതിൻ്റെ ഉപകൽപ്പനകൾ. നിയമം നല്ലതല്ലേ? ആണ്. പക്ഷെ നിയമം ഉള്ളിടത്ത് എന്തുണ്ടാകും? നിയമം അങ്ങനെ ഉണ്ടാകും. ഏത് ഏത് നിയമം ലംഘിച്ചാലും എന്ത് കിട്ടും? ശിക്ഷ. സിമ്പിളായിട്ട് പറയാം. ഇന്ന് നമ്മൾ ഹെൽമെറ്റ് വെക്കണ്ടേ? ഹെൽമെറ്റ് വെക്കണ്ടേ? ഇല്ലെങ്കിൽ പോലീസ് പിടിക്കുമെന്നല്ല, AI ക്യാമറ പിടിക്കും. AI ക്യാമറ വരുന്നതിന് മുമ്പ് നമ്മൾ ആരെ പേടിച്ചു? പോലീസുകാരെ പേടിച്ചു. ഇവിടെ എല്ലാവരും പറയും, വന്നേ ഇവിടെ മുഴുവൻ വർഗീയതയാണ്, ഇവിടെ ജാതിയാണ്, മതമാണെന്ന്. ചുമ്മാതാ. ഇവിടെ ഒരു ജാതിയില്ല, ഇവിടെ ഒരു വർഗീയതയില്ല. എപ്പം പോലീസുകാർ ഇപ്പോഴാണ് ക്യാമറ വരുന്നതിന് മുമ്പ് പോലീസുകാർ അപ്പുറത്ത് നിന്ന് ചെക്കിങ് നടത്തുകയെന്ന് വെച്ചോ, ഹെൽമെറ്റ് ഇല്ലാത്തവരെ പിടിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെല്ലാം, എനിക്ക് കണ്ണൂരെ അറിയത്തില്ല, ഞങ്ങളുടെ നാട്ടിലൊരു കാര്യം ചെയ്യും. എന്തടിച്ച് കാണിക്കുന്നറിയാവോ? ഫ്ലാഷ് ലൈറ്റ് അടിച്ച് കാണിക്കും. അപ്പുറത്തുനിന്ന് വരുന്ന തൊപ്പി വെച്ച മുസൽമാനും കുറി കെട്ടിയ ഹൈന്ദവ സഹോദരനും ക്രിസ്ത്യാനിയും ലൈറ്റ് അടിച്ച് കാണിക്കും. അപ്പം നമ്മൾ പറയും, ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല സോദരേ, നമ്മളൊന്നും മനുഷ്യൻ പറയത്തില്ലേ? പറയും. അപ്പം നിയമം ഉള്ളിടത്ത് എന്തോ ഉണ്ടാകും? നിയമം ലംഘനം ഉണ്ടാകും. റാന്നി നടന്നതാ. ഉപദേശി യോഗത്തിന് പോവാ, ഹെൽമെറ്റ് തൂക്കിയിട്ടിട്ടാണ് പോകുന്നത്. വളരെ വെച്ച് പിടിച്ചു. അദ്ദേഹം ഓടിച്ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, സാറേ ഞാനൊരു പാസ്റ്ററാണ്, പ്രസംഗത്തിന് പോവാ. പെട്ടെന്ന് പോയത് കൊണ്ടാണ് വെക്കാഞ്ഞ്. ആണോ? പാസ്റ്റർ അവിടെ നിന്നേ. പാസ്റ്ററെ പേരുള്ളതാണ് ഈ നാടിൻ്റെ രക്ഷ. നിങ്ങൾ പ്രസംഗിച്ചാലേ ഈ നാട് നന്നാകത്തുള്ളൂ. നന്നാകണമെങ്കിൽ പാസ്റ്ററെ പോലുള്ളവർ ജീവിച്ചിരിക്കണം, നിർബന്ധമാ. പക്ഷേ പാസ്റ്ററെ കഴുത്തിന് മീതെ തലയുണ്ടല്ലേ പ്രസംഗിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും 250, പാസ്റ്റർ 500 തന്നിട്ട് പോയാൽ മതി. എന്താ കാര്യം? പാസ്റ്റർ ജീവിച്ചിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പം നിയമം ഉള്ളിടത്ത് എന്തുണ്ടാകും? നിയമലംഘനം ഉണ്ടാകും. ഒറ്റ നിയമം മനുഷ്യന് കൊടുത്തു ദൈവം. മുഖത്തെ വിയർപ്പോട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, വേർത്തിട്ട് എന്ത് ചെയ്യാവൂ? കഴിക്കാവൂ. വേർത്തിട്ട് എന്ത് ചെയ്യാവൂ? കഴിക്കാവൂ. ഒന്നുകൂടെ പറഞ്ഞേ, വേർത്തിട്ട് എന്ത് ചെയ്യാവൂ? കഴിക്കാവൂ. അങ്ങനായിരുന്നു മനുഷ്യൻ. രാവിലെ എഴുന്നേറ്റ ഉടനെ അമ്മ അടുപ്പിലെ ചാരം മാരി, എന്നിട്ട് എന്താ വെച്ചു? കാപ്പിക്ക് വെള്ളം വെച്ചു. അപ്പോഴത്തേന് അച്ചായൻ പുറത്തോട്ട് പോയി. ഉടനെ അമ്മ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്തെടുത്തോണ്ട് ഇറങ്ങും? ചൂലെടുത്തോണ്ട് എങ്ങോട്ട് ഇറങ്ങും? മുറ്റത്തോട്ടിറങ്ങും. മിടുക്കി അമ്മായിമ്മമാരാണെങ്കിൽ ചൂലിൻ്റെ നീളം കുറയും. ചൂലിൻ്റെ നീളം കുറഞ്ഞാൽ നല്ലതാ. കുനിഞ്ഞ് ഇന്ന് എന്ത് ചെയ്യും? തൂക്കും. അപ്പോഴത്തേനും നല്ല മിറ്റമാണ്, മുഴുത്ത മിറ്റമാണ്, ഇഷ്ടം പോലെ ഉണ്ട്. വേർക്കും. വേർത്തിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? കഴിക്കത്തുള്ളൂ. ഒരു കുഴപ്പമില്ല. പക്ഷേ വേർക്കാതെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ശിക്ഷ കിട്ടി. എന്താ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഉള്ളവരെല്ലാം കേട്ടോ. എനിക്കുണ്ട് അത്യാവശ്യം ഇച്ചിരി ഡയബറ്റിക് എല്ലാം കിട്ടി. ഡോക്ടർ പറഞ്ഞു മരുന്ന് മാത്രം കാര്യമില്ല, 45 മിനിറ്റ് എന്ത് ചെയ്യണം? കയ്യും വീശി എന്ത് ചെയ്യണം? നടക്കണം. നല്ലപോലെ വേർക്കണം. സങ്കടം തോന്നി. വേർത്തോണ്ടല്ല, നടന്നുകൊണ്ടും അല്ല. രാവിലെ നടക്കാൻ പോയ മനുഷ്യനെ വണ്ടി ഇടിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നു. ചത്തുപോയെന്ന്. അയാൾ നടന്നില്ലായിരുന്നെങ്കിൽ ഒരു 65 വയസ്സ് വരെ സുഖമായിട്ട് പൊക്കോണ്ടന്നെ. പക്ഷേ ഈ 40 നടന്നത് 70 ജീവിക്കാനാ. പാവം പോയില്ലേ? അപ്പോൾ ഒരു കാര്യം ഓർത്തണേ, നിയമം ഉള്ളിടത്ത് എന്തോ ഉണ്ടാകും? നിയമലംഘനം. ഏത് നിയമം ലംഘിച്ചാലും എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. കിട്ടുമോ? കിട്ടും. പക്ഷേ ഈ ലോക കോടതിയുടെ ശിക്ഷ ശ്രദ്ധിച്ച് കേൾക്കണേ, പെന്തക്കോസ്തുകാർ പ്രത്യേകം കേൾക്കണം. ലോക കോടതിയുടെ ശിക്ഷ മരിച്ചാൽ തീരുമോ? തീരും മക്കളെ. അതുകൊണ്ടാണ് പണ്ടൊരു ശിക്ഷ ഉണ്ടായിരുന്നു, മരണം വരെ എന്തോ ചെയ്യണം? തൂക്കണം. കാരണം പണ്ടൊരുത്തനെ തൂക്കിയപ്പം പൊട്ടിപ്പോയി, രണ്ടാമത് തൂക്കാൻ നിയമമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ട്, മരണം വരെ എന്ത് ചെയ്തോണം? തൂക്കിക്കോണം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എന്തോ തീരും?
ശിക്ഷ തീരും. 40 വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സഹോദരൻ 30ാമത്തെ വർഷം മരിച്ചുപോയി. 10 വർഷം കൂടെ മൊബൈൽ മോർച്ചറി വെക്കുമോ? ഇല്ല. എന്ത് തീർന്നു? മരണം കൊണ്ട് ശിക്ഷ തീർന്നു. മറക്കരുതേ, മരിച്ചാലും തീരാത്തൊരു ശിക്ഷയുണ്ട്, ദൈവകോടതി. മുഴുവൻ ക്യാമറയ, ആകാശം മുതൽ തൂണും തുരുമ്പും വരെ ക്യാമറ പിടിപ്പിച്ച് സകലതും ഇങ്ങനെ കിടക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ന്യായാസനത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യേണ്ടവരും? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ എന്തു ചെയ്യും? തള്ളിയിടും. കണ്ടോ ശിക്ഷ? അപ്പോൾ ഈ ശിക്ഷയിൽ നിന്ന് ഒഴുകാൻ എന്താ മാർഗം? മാർഗമില്ല. അടുത്തത് ശിക്ഷ ഒട്ടുമെന്ന് അറിഞ്ഞിട്ടും മനുഷ്യൻ തെറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് സമ്മതിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണം എൻ്റെ അവയവത്തിൽ വ്യാപരിക്കുന്നു. +2 ഫെബ്രുവരി ലാസ്റ്റിലാണോ പരീക്ഷ? ആണോ? 10th വരിക. ഇപ്പോഴും ഇത്രയും ദിവസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പും ഉണ്ടെന്ന്, അന്നേരം പഠിച്ചോളാം. ഇപ്പോൾ ഇത്രയും ദിവസമുണ്ട്, പിന്നെ ഒരു സബ്ജക്റ്റിൻ്റെ ഇടയ്ക്ക് എന്തോ ഉണ്ട്? ഗ്യാപ്പുണ്ട്. ഇപ്പം പഠിക്കാത്തവനാ ഗ്യാപ്പിൽ പഠിക്കുന്നത്. അതിനവൻ എന്തോ ചെയ്യും? നേരത്തെ കിടന്നു, എന്നിട്ടോ രാവിലെ എന്തോ വെച്ചു? അലാറം വെച്ചു. അലാറം അടിച്ചപ്പോൾ എന്തോ ചെയ്തു? ഓഫ് ചെയ്തു. എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഇത്രയും സംഭവിച്ചുള്ളൂ. അലാറം അടിച്ചു. വെറുതെ പാവം അമ്മ എഴുന്നേറ്റ് വന്ന് 2-3 വട്ടം അടിച്ചപ്പോൾ ഒരു ഗുണം ഉണ്ടായില്ല. അലാറം അടിക്കും. അലാറം അടിച്ചത് സത്യത്തിൽ ഇവൻ വെച്ചത് എന്ത് വേണ്ടി തന്നെയാണ്? എഴുന്നേക്കാൻ വേണ്ടി തന്നെയാണ്. പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണം അവയവങ്ങളിൽ വ്യാപരിച്ച് അവനെ പഠിപ്പിക്കാതിരിക്കുന്നു. പഠിക്കാതിരിക്കുന്നത് പാപമാണ്. ചെയ്യേണ്ടത് ചെയ്യണം, ചെയ്യരുതാത്തത് എന്ത് ചെയ്യരുത്. പഠിക്കേണ്ട പിള്ളേർ പഠിച്ചില്ലെങ്കിൽ പാപമാണ്, അടി കിട്ടും തമ്പുരാൻ്റെ കയ്യിൽ നിന്ന്. മര്യാദയ്ക്ക് പഠിച്ചോണം കേട്ടോ. പഠിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? പഠിക്കണം. ചെയ്യേണ്ടത് ചെയ്യണം, ചെയ്യരുതാത്തത് എന്ത് ചെയ്യരുത്. ഞാൻ ഉപദേശി എൻ്റെ വേല ഉഴപ്പി ചെയ്താൽ, ഉദാസീനത്തോട് ചെയ്താൽ അവൻ എന്ത് കിട്ടും? ശാപം കിട്ടും. അപ്പം തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും പ്രിയരേ, മനുഷ്യൻ വീണ്ടും തെറ്റി തുടർന്നു. ദൈവം ശിക്ഷ കഠിനമാക്കി. ശ്രദ്ധിക്കണേ, ശിക്ഷ കഠിനമാക്കിയതിൻ്റെ പേരാണ് ശാപം എന്ന് പറയുന്നത്. പുറകെ കേൾക്കാമല്ലോ, ശാപം എന്ന് പറയുന്നത്. ശാപം എന്താ? ശാപം ശിക്ഷ കണ്ടു. എന്താ ശാപം? ശാപം എന്താ? പറ. എനിക്ക് മാത്രം കിട്ടുന്നതിൻ്റെ പേരെന്താ? ശിക്ഷ. ശാപം എന്ന് പറഞ്ഞാൽ എന്താ? തലമുറയ്ക്ക് പോകുന്നതിൻ്റെ പേര് ശാപം. മിനിമം എത്ര തലമുറ? 4. ഉറക്കെ പറഞ്ഞു. എത്ര? 4. എന്തിനാ ഈ 4 പറഞ്ഞേക്കുന്നേ? കാര്യമുണ്ട്. മാക്സിമം ഒരു മനുഷ്യൻ ഒരു പുരുഷായുസിൽ എത്ര തലമുറ വരെ കാണാം? 4 മക്കൾ, അവരുടെ മക്കൾ, അവിടെ കൊണ്ട് ഇപ്പം തീരും. മാക്സിമം എന്തുകൂടെ കാണാം? ഒന്നുകൂടെ കാണാം. 4 തലമുറ. ഈ 4 തലമുറയ്ക്ക് ദോഷം വരുമെന്ന് ചെയ്യാതിരിക്കാൻ വേണ്ടിയാ എന്ത് വരുമെന്ന് പറഞ്ഞത്? ശാപം. ശപിക്കാനാണോ? അല്ല. പക്ഷെ അകത്ത് കിടക്കുന്ന പാപം എന്ത് ചെയ്യിപ്പിച്ചു? പാപം ചെയ്യിപ്പിച്ചു. മക്കൾക്ക് എന്തോ വന്നു? ശാപം വന്നു. മക്കൾക്ക് ദോഷം വരുന്ന ആരെങ്കിലും ചെയ്യുമോ? ഇല്ല. ദൈവം പിതാവാ. ഇനി മക്കളെക്കാട്ടി ഇഷ്ടം ആരെയാ? പറ. ആരാ അത് പറഞ്ഞേ? അപ്പച്ചനാണോ? മക്കളെക്കാട്ടി ഇഷ്ടം ആരെയാ? കൊച്ചുമക്കളെ ആണോ? സത്യം അപ്പച്ച. അതുകൊണ്ടാണ് വല്യപ്പച്ചനും വല്യമ്മച്ചയും പിള്ളേരെ വളർത്തരുത്, അവർ പിഴച്ചു പോകുമെന്ന് പറയുന്നേ. ക്ഷമിക്കണേ അപ്പച്ച, മാപ്പ്. സത്യ, കുറച്ച് സത്യമുണ്ട്. ഈ അപ്പച്ചനും അമ്മച്ചയും ആരെ തല്ലാൻ സമ്മതിക്കത്തില്ല. പിള്ളേരെ എന്നെയൊക്കെ എന്തോ തല്ലെന്നറിയോ? പിള്ളേരെ അതായിരുന്നു തല്ല്. നിക്കറൂരി എണ്ണ ചൂടാക്കി പെരട്ടി വടിയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. ഒരടി കിട്ടിയ 1.5 മണിക്കൂർ നിന്ന് തുള്ളുമായിരുന്നു. അതായിരുന്നു അട്ടി. പക്ഷേ എൻ്റെ അപ്പൻ മിലിറ്ററിക്കാരനാ. മിലിറ്ററിയിൽ നിന്ന് അട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ പാടുമായിരുന്നു, സന്തോഷം വന്നല്ലോ, സന്താപം തീർന്നല്ലോ. അത്ര അട്ടിയുടെ പേട്ട കെട്ട. പക്ഷേ അപ്പം വല്യപ്പനായപ്പം തൊടാൻ സമ്മതിക്കത്തില്ല. ഞാനൊരിക്കൽ എൻ്റെ കൊച്ചിനെ അടിക്കാൻ പിടിച്ചപ്പോൾ അപ്പ പറഞ്ഞു, അടിക്കരുത്. അടിക്കരുത്. ഞാൻ പറഞ്ഞു, അടിക്കും, എൻ്റെ കൊച്ചല്ലേ, അടിക്കും. അപ്പോൾ പറഞ്ഞു, അടിക്കുമ്പോൾ എനിക്ക് ഇവിടെ ഏതാണ്ട് പോലെ. അപ്പം നമ്മളെ അടിച്ചപ്പോൾ ഏതാണ്ട് ഇല്ലായിരുന്നു. ഏതാണ്ട് പോലെ. ഞാൻ പറഞ്ഞു, ഞാൻ അടിക്കും. ഞാനൊരടി വെച്ച് കൊടുത്തപ്പോൾ ഇഷ്ടം നല്ല കയ്യായോ, പുറയുന്നു ഒറ്റ അടി എൻ്റെ കന്നം തീർത്ത്. എന്നിട്ട് പറയാ, ഒത്തിരി നാളായി എൻ്റെ മോനെ ഒന്ന് അടിച്ചിട്ട്. നീ നിൻ്റെ കൊച്ചിനെ അടിച്ചപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിനെ ഒന്ന് അടിക്കണം എന്നൊരു പൂതി. ഒറ്റ അടി അടിയായിരുന്നു. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, വല്യപ്പന് ആരെ ഇഷ്ട?
കൊച്ചുമക്കളെ, ഈ കൊച്ചുമക്കൾക്ക് ദോഷം വരരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് വരുമെന്ന് പറഞ്ഞത്? ശാപം. എങ്ങനെ ശാപം വരാം? പറയാം. ഒന്ന്, അന്യദൈവ ആരാധനകൾ എന്ത് വരുത്തും? ശാപം വരുത്തും. വെറുതെ ബെല്ലോൻ്റെ അടുക്ക പോയിട്ട് അവരനെ ഓടിക്കാൻ കൊണ്ടിയും കൂടോത്രം വെക്കരുത് കേട്ടോ. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒന്നും ചെയ്യരുത്. ഇതല്ല എന്ത് വരുത്തും? ശാപം വരുത്തും. മറ്റ് അധാർമികമായ ലൈംഗിക ജീവിതങ്ങൾ എന്ത് വരുത്തും? ശാപം വരുത്തും. വിധവയെ പീഡിപ്പിക്കുന്നത് എന്ത് വരുത്തും? ശാപം വരുത്തും. ദരിദ്രനെ അവൻ്റെ നിന്ന് പിടിച്ചു മേടിച്ചാൽ എന്തോ വരും? ശാപം വരും. മുറിയമുള്ളവരെ, ദൈവദാസന്മാരെ, സഭയെ ഉപദ്രവിച്ചാൽ എന്തോ വരും? ശാപം വരും. ശാപമുണ്ടോ? ശാപമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, ഇദ്ദേഹത്തിൻ്റെ പിതാവ് അച്ഛനാ. അച്ഛൻ പറഞ്ഞ ഒരു സംഭവം ശ്രദ്ധിക്കണം. ഒരു പള്ളിയിൽ രണ്ട് വീട്ടുകാർ തമ്മിൽ ഭയങ്കര വഴക്കോ മറ്റോ ആണ്. ചരിത്രം കൃത്യമല്ല, എന്നാലും ഇത്രയേ ഉള്ളൂ. ഒരു വീട്ടുകാരുടെ മറ്റോ മാമോദിസ നടക്കുമ്പോൾ അത് മുടക്കാൻ വേണ്ടി മറ്റേ വീട്ടുകാർ ചെയ്തത്, രാത്രിയിൽ മാമോദിസ നടക്കുന്ന തൊട്ടിൽ രാത്രി പള്ളിക്കകത്ത് ഇറങ്ങിയിട്ട് പള്ളിത്തൊട്ടിൽ മാമോദിസ തൊട്ടിൽ വെളിക്കിറങ്ങി വെച്ചു. അപ്പം രാവിലെ എന്ത് നടന്നില്ല? മാമോദിസ. പിന്നെ ആരും ആ പള്ളി മാമോദിസ മുക്കാതായി. നമ്മൾ ശിശുസ്ഥാനത്ത് വിശ്വസിക്കുന്നില്ല. അന്നുണ്ടായിരുന്ന താമസ ശ്രേഷ്ഠനായ ഒരു ബന്ധുവിന് വന്നിട്ട് ഒരു കാര്യം ചെയ്തു. പള്ളി ഇടഭാഗങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഈ മാമോദിസ തൊട്ടിൽ കഴുകിയിട്ട് എല്ലാവരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വെള്ളം കോരി കുടിച്ച് കാണിച്ചു. അത് പിന്നെ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? മാമോദിസ മുക്കാൻ തുടങ്ങിയത്. അത് പിന്നെ ആരിത് ചെയ്തോ ആ വീട്ടിൽ മലദ്വാര ക്യാൻസർ മാറുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്തുണ്ട്? ശാപം. അപ്പൊ ശിക്ഷ, ശാപം. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്താ? മരണം. ഇത് മൂന്നും മനുഷ്യനെ വേട്ടയാടി. ഇനി രക്ഷപ്പെടാൻ എന്താ വഴി? ഒരു വഴിയില്ല. വഴി ഇതേ ഉള്ളൂ. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ നിന്റെ മരണം മാറണമെങ്കിൽ പകരം മരണം നടക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഡെത്ത്. അതിൻ്റെ പേരാണ് എന്ത്? യാഗം. യാഗത്തിൻ്റെ ഒരു വളർച്ച വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. യാഗത്തിൻ്റെ ഒരു വളർച്ച. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പോയി. കൊമ്പ് കിടക്കുന്ന ഒരു ആട്ടിൻകൊറ്റനെ കണ്ടു. ഇസ്ഹാക്കിന് പകരം ആരെ യാഗം കഴിച്ചു? ആട്ടുകൊറ്റനെ കഴിച്ചു. പുറപ്പാട് പുസ്തകം വന്നപ്പോൾ മോസസ് അന്ന് സംഹാരകം വരുന്ന രാത്രി ഒരു കുടുംബത്തിനൊത്തവണ്ണം എന്തെടുക്കണം? ഊനമില്ലാത്തൊരു പെസക. ആർക്ക് പകരം? കുടുംബത്തിന് പകരം ഒരാട് കൊല്ലപ്പെട്ടു. മുമ്പോട്ട് പോയി വളർച്ച. ലേവ്യ പുസ്തകമൊക്കെ ആയപ്പോൾ തന്നെ ബെസലേലിന് ചീട്ട് വീണ ഒരാടിനെ മഹാപാപ പരിഹാര ദിവസം അതിൻ്റെ തലയിൽ മഹാപുരോഹിതൻ കൈവച്ചിട്ട് ഈ ആടിനെ എവിടെ കൊണ്ടുപോകും? പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പം അറിയാം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ പാപം ചുമക്കുന്ന ആരാ? ആടാ. യേശു നടന്നു പോയപ്പോൾ യോഹന്നാൻ പറഞ്ഞു, വ്യക്തിക്ക് പകരം മാത്രമല്ല, ഒരു കുടുംബത്തിന് പകരം മാത്രമല്ല, യഹൂദന് വേണ്ടി മാത്രമല്ല, ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് ഇതോ ദൈവകുഞ്ഞാട് പോവുകയാണ്. ലോകത്തിൻ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പാപം ചുമന്നുകൊണ്ട് പോകുന്നത്. ആ കോണ്ടസ്റ്റ് അറിയാവുന്ന യോഹന്നാൻ സ്നാപകനാണ് ഇത് പറയുന്നത്. ഇതാ മുഴു ലോകത്തിൻ്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയരെ, യേശു ഇനി പാപപരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കാൻ തുടങ്ങി. യാഗത്തിനൊരു പരിമിതിയുണ്ട്. യാഗം കഴിച്ചു, പ്രശ്നം സോൾവായി. പക്ഷെ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും പാപം ചെയ്യും. അപ്പം വീണ്ടും എന്ത് കഴിക്കണം? യാഗം കഴിക്കണം. വീണ്ടും യാഗം കഴിക്കണം. വീണ്ടും യാഗം കഴിക്കണം. യാഗം കഴിക്കുന്നതിൻ്റെ ഇറച്ചി മഹാപാപ പരിഹാര ബലി ഒഴിച്ചിട്ട് ആ ഇറച്ചിയുടെ പകുതി പേത്തരം ഭാഗങ്ങളൊക്കെ കുറച്ച് ഭാഗം ആർക്കുള്ളതാ? പുരോഹിതൻ അവകാശപ്പെട്ട. മനുഷ്യൻ പാപം ചെയ്തു, മനുഷ്യൻ പാപപരിഹാര യാഗം നടത്തി. ആര് തടിച്ചു കൊഴുത്തു? പുരോഹിതൻ. മതം തടിച്ചു കൊഴുത്തു. കാറൽ മാർക്സ് പറഞ്ഞു, മതം മനുഷ്യനെ മയക്കുന്ന എന്താ? കറപ്പാണ്. മതം മനുഷ്യനെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. നീ പാപി. പരിഹാരത്തിന് ചെലവ്. കർത്താവിൻ്റെ കാലമായപ്പോഴത്തേന് ഈ കൊണ്ടുവരുന്ന ആടിനെ ഇവിടെ അകത്ത് നയിക്കുന്ന പുരോഹിതന്റെ ബിനാമികൾ പരിശോധിക്കും. പറയും പുഴുക്കുത്ത്, പറയും ഈ കുറവ്, ഇതൊക്കത്തില്ല, ഇനി എന്തോ ചെയ്യണം? പകരം ഞങ്ങളുടെ ആട്, പക്ഷെ വില നീ പറയുന്നത് തരണം. പിന്നെ അതേ നാണയം, വിനിമയം. അങ്ങനെ അവിടെ മലീമസമായപ്പോഴാണ് കർത്താവ് എന്തോ എടുത്തത്? ചാട്ടയെടുത്തത്. മറക്കരുത്, മതത്തിൻ്റെ കയ്യിൽ മനുഷ്യൻ, മതത്തിൻ്റെ ഉരുക്ക് മുഷ്ടികൾക്കടുത്ത് കിടന്നുകൊണ്ട് പാപിയായ സാധാരണ മനുഷ്യൻ നിലവിളിക്കാൻ തുടങ്ങി. എന്ത് നിലവിളിച്ചു? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, നന്മ ചെയ്യണം. ഞാനോ ജഡമയൻ,
പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണം എൻ്റെ അവയവത്തെ വ്യാപരിച്ച് എന്നെ പാപത്തിന് എന്താക്കുന്നു? ബദ്ധനാക്കുന്നു. എന്തു ചെയ്യും? നിലവിളി. ഉത്തരം വന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി. മനുഷ്യൻ ദൈവമായതല്ല, ദൈവം ആരായി? മനുഷ്യനായി തീർന്ന യേശു ചെറുതായി ബേത്ലഹേമിൽ പശുത്തൊട്ടിൽ പിറന്നു കിടക്കുക. കണ്ടോ? യേശു കിടക്കുന്നു. 30 വയസ്സ് വരെ അധ്വാനിച്ചു. 12ാമത്തെ വയസ്സിൽ കാണുന്നുണ്ട്. പിന്നൊരു ഇടക്കാലം കാണുന്നില്ല. എന്ത് ചെയ്യായിരുന്നു? അധ്വാനിച്ചു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ ശക്തി. അധ്വാനിക്കുന്നവരും പറഞ്ഞേ, ഭാരം ചുമക്കുന്നവരുവേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കും. അധ്വാനിച്ച ക്രിസ്തു 30ാമത്തെ വയസ്സിൽ പരിശുദ്ധ ചെയ്തു. നന്മ മാത്രം. നാടെങ്ങും നന്മ ചെയ്യുവാൻ ചുറ്റി നടന്നവനെ നടന്നു, നന്മ ചെയ്തു. കുരുടർക്ക് കാഴ്ച, ചെകിടർക്ക് കേൾവി, കുഷ്ഠരോഗിയെ തൊട്ടു, മരിച്ചവരെ ജീവിപ്പിച്ചു, വിശക്കുന്നവൻ അപ്പം കൊടുത്തു. എന്താ ദോഷം ചെയ്തത്? ഒരു ദോഷവും ചെയ്യാതെ നന്മ മാത്രം ചെയ്തു ക്രിസ്തു. 33 തിരുവയസ്സിൽ ഗതസമന്റെ രാത്രി, അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്ന റോമൻ പടയാളികളും യഹൂദന്റെ മതചേവകന്മാരും കൂടി യേശുവിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് മതകോടതി വിസ്തരിക്കാൻ കൊണ്ടുപോയി. 3 മതകോടതി ആ രാത്രി വിസ്തരിച്ചു. ഒന്ന് റിട്ടയർഡ് മഹാപുരോഹിതൻ, പേര് ഹന്നാസ്. രണ്ടാമത് ഒരാൾ ആരാ? കയ്യഫാവ്. മൂന്നാമത് ഇവിടെ കൊണ്ടുവന്നു സന്നദ്ധി സംഘം. മതത്തിൻ്റെ ഭാഗമാണ്. മതത്തിന് അന്നൊരു പ്രശ്നമുണ്ട്. മതത്തിന് വിധിക്കാം, നടപ്പാക്കണമെങ്കിൽ ആര് വേണം? രാഷ്ട്രീയ കോടതിയുടെ അംഗീകാരം വേണം. സിമ്പിൾ എക്സാമ്പിൾ, നമ്മുടെ സഭയെ കല്യാണം നടത്തും, പക്ഷേ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ എന്തുകൂടെ ചെയ്യണം? ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി പഞ്ചായത്തിൽ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അതുപോലെ മതകോടതിക്ക് വിധിക്കാം, ശിക്ഷ നടപ്പാക്കണമെങ്കിൽ രാഷ്ട്രീയ കോടതി അംഗീകാരം വേണം. വെളുപ്പാങ്കാലത്ത് യേശുവിനെ കൊണ്ടുപോയി എവിടോട്ടാ? പീലാത്തോസിൻ്റെ അടുക്കിലേക്ക്. പീലാത്തോസ് റോമൻ ഗവർണർ. അവിടുന്ന് പീലാത്തോസിനെ എങ്ങനെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് പറയുക, ഹെരോദാസിൻ്റെ അടുക്ക് വിട്ടു. ഹെരോദാസ് തിരിച്ച് പീലാത്തോസിൻ്റെ അടുക്ക് വിട്ടു. പീലാത്തോസ് ഈ കാര്യമെല്ലാം പഠിച്ചിട്ട് ഇതിനിടയ്ക്കൊരു പ്രശ്നം ഉണ്ടായി കേട്ടോ. പീലാത്തോസിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ക്ലൗദിയയ്ക്കൊരു സ്വപ്നം കണ്ടു, ഇവൻ നീതിമാൻ. അതുകൊണ്ട് പീലാത്തോസ് പേടിച്ചു, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഒരു വഴിയുണ്ടാക്കി. ആ വഴി ഇതായിരുന്നു, അവനെ അടുപ്പിച്ചങ്ങ് വിട്ടയക്കാം. പീലാത്തോസ് ഈ 6 കോടതിയുടെ വിസ്താരത്തിൻ്റെ ഒടുവിൽ റോമൻ നിയമത്തിൻ്റെ കാവലാളായിരുന്ന പീലാത്തോസ് പറയുന്നു, ഈ നിൽക്കുന്ന മനുഷ്യനിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. 3 വട്ടം പറയുന്നുണ്ട്. പ്രിയരെ, റോമൻ ഏത് ഗവൺമെൻറ്റിൻ്റെയും അടിസ്ഥാനപരമായ കോടതിയുടെ ഒരു നിയമമുണ്ട്. 1000 കുറ്റവാളി, അറിയാവുന്നവർ പറഞ്ഞേ, 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി എന്ത് ചെയ്യരുത്? ശിക്ഷിക്കുക. ഇതാണ് കോടതിയുടെ അടിത്തറ, ഇതാണ് കോടതിയുടെ ആപ്തവാക്യം. പറഞ്ഞു, ഈ നിൽക്കുന്ന മനുഷ്യനിൽ ഞാൻ ഒരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പൗരബോധമുള്ള ഇന്ത്യൻ പൗരന്മാരെ, കേരള മക്കളെ, കണ്ണൂരിൻ്റെ ഊർജമുള്ള മക്കളെ, നിങ്ങളുടെ മതം, നിങ്ങളുടെ വിഷയം, നിങ്ങളുടെ സഭ, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കി ചോദ്യം പൂരിപ്പിച്ച് ഒരു കോടതി പറയുന്നു, ഈ നിൽക്കുന്ന മനുഷ്യനിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ബാക്കി പറഞ്ഞു. അതിന് LLB ഒന്നും പഠിക്കണ്ട, പൗരബോധം മതി. ബാക്കി അതുകൊണ്ട് ഈ കോടതി ഈ പ്രതി എന്ത് ചെയ്യുന്നു? വെറുതെ വിടുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടും ഇതംപ്രഥമമായിട്ടും ഒരു കോടതി പറഞ്ഞു, അതുകൊണ്ട് ഇവനെ അടിപ്പിക്കാം. എന്താ കുറ്റം? എന്താ? കുറ്റമില്ല. കോടതി മൊത്തം നോക്കി കുറ്റപത്രം വായിച്ചില്ല, രാത്രി കൂടി ഒന്നും നടന്നില്ല. എന്നിട്ടും പറഞ്ഞു ഇവനെ അടിപ്പിക്കാം. മൂത്തത് ഇളയതും കൂടെ വഴക്കുണ്ടാകുമ്പോൾ മിക്കവാറും ഇളയത്തുങ്ങളാണ് പോയി ചൂഞ്ചാടി വഴക്കുണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ഇളയത്തുങ്ങൾ പോയി ചൂഞ്ചാടിയിട്ട് കരഞ്ഞുകൊണ്ട് എവിടെ ചെല്ലും? നമ്മളാരെ തല്ലും? മൂത്തനെ തല്ലും. അടിയെ കൊണ്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ മൂത്തത് പറയും, ദേഷ്യപ്പെട്ടു, പപ്പ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ പ്രാവശ്യം ഞാൻ അവനെ തൊട്ടതല്ല, വെറുതെ എന്നെ എന്ത് ചെയ്യരുത്, അടിക്കരുത്. അത്രയും പൗരബോധം അവനുണ്ട്. വെറുതെ എന്നെ എന്ത് ചെയ്യരുത്, അടിക്കരുത്. നോക്കൂ, ഒരു തെറ്റും ചെയ്യാത്തവനെ അടിപ്പിക്കാം. കേട്ട പാതി കേൾക്കാത്ത പാതി കൽത്തുറുങ്കിൽ കുനിച്ചു നിർത്തിയിട്ട് റോമൻ ചാട്ട കൊണ്ട് അടിച്ചു. പുറ ഒഴിവുചാല് പോലെ കീറി. എന്താ കുറ്റം? കുറ്റമില്ല. അടിച്ചു.
ഇതുകൊണ്ട് തീരുമെന്നാ ഓർത്തത്. തീർന്നില്ല. അവർ പറഞ്ഞു അവനെ എന്ത് ചെയ്യുക, ക്രൂശിക്ക. വീണ്ടും ഒരു വഴി തേടി. എന്താ? രണ്ടുപേരെ കൊണ്ട നിർത്തി. യേശുവിനെ അപ്പുറത്താരാ പറഞ്ഞേ? ആരാ? ബറബാസ്. അർത്ഥം എന്നാ? അബ്ബ ബർ. ആരാ? ബെറിയോന ശീമോനെ. ആരുടെ മകനാ? ശീമോന്റെ മകനെ. ബറബാസ് ആരുടെ മകൻ? അബ്ബായിയുടെ മകൻ. നമ്മളെല്ലാം അബ്ബായിയുടെ മക്കളാ. എല്ലാവരും ലോകത്ത് ദൈവത്തിന്റെ മക്കളാ. അബ്ബായിയുടെ മക്കൾ. അവരുടെ പ്രതിനിധി ആരാ? ബറബാസ്. അപ്പുറത്ത് ഏകജനായ ക്രിസ്തു. ചോദിച്ചു ആരെ വേണം? അവര് പറഞ്ഞു അവനെ ക്രൂശിക്ക. ആരെ? യേശുവിനെ. അവനെ ക്രൂശിക്ക. ബറബാസിനെ വിട്ടുതരിക. ബറബാസിനെ വിട്ടുതരിക. ആരവാരം അധികമായപ്പോൾ നിങ്ങളുടെ രാജാവിനെ ഇഷ്ടം പോലെ ചെയ്യുന്നു പറഞ്ഞ് കൈ കഴുകി പീലാത്തോസ് കൊടുത്തു. കുരിശുമെടുത്തുകൊണ്ട് ക്രിസ്തു പോയി ഗാഗുൽത്തായിലേക്ക് പോകുക. ബറബാസ് വീട്ടിലോട്ട് പോയി. ബറബാസ് പോയി. ഞാൻ ഈ ബറബാസിന്റെ പുറകെ പോയി. ബറബാസ് കരഞ്ഞോണ്ടാ പോയെ. ആ മനുഷ്യൻ എന്തോ തെറ്റി ചെയ്തിട്ടാ കരഞ്ഞ് 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 ബറബാസ് വീട്ടിൽ ചെന്നു. ബെല്ലടിച്ചു. അമ്മ മോളിറങ്ങി വന്നു. ചുമ്മാ ഇരിക്കുക. അപ്പ അമ്മ വന്നു, ഭാര്യ വന്നു, എല്ലാരും വന്നു. ബറബാസ്, എടാ എന്താ സംഭവിച്ചേ? ബറബാസ് പറയും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഒന്നുണ്ടായി. ഞാൻ പുറത്തോട്ട് നടന്നപ്പോൾ ഒരാൾ അങ്ങോട്ട് നടന്നിട്ടുണ്ട്. ആരാ? യേശു. കുരിശും നിജ തോളിൽ ഏന്തി ഒരുവൻ ഗിരിമേൽ നടന്നുപോയി. ആര്? യേശു നടന്നു. തീർന്നില്ല. അവിടെ ചെന്നു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ എന്ത് ചെയ്തു? ക്രൂശിച്ചു. എൻ്റെ യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും നടുക്കാ കേട്ടോ. രണ്ട് കള്ളന്മാരുടെ നടുക്ക്. ആകാശത്തിനും ഭൂമിക്കും നടുക്ക്. ദൈവത്തിനും മനുഷ്യനും നടുക്ക്. തീർന്നില്ല. ലോകത്തിൻ്റെ നടുക്ക്. AD എന്നും BC എന്നും ലോകത്തെ തിരിച്ചുകൊണ്ട് നടുക്ക് വയ്ക്കുന്ന ക്രിസ്തു പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ എവിടെ വരും? അവിടെ നടിവരും. യേശു വന്നിട്ടുണ്ട്. അവിടെ നടിവരും. യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും നടുക്ക. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കെ യേശു താനും അവരുടെ നടുവിൽ നിന്നു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. എന്തിനാ ക്രൂശിച്ചേ? ക്രൂശുമരണം ശാപമരണം. എല്ലാ മനുഷ്യൻ്റെ മേലും ശാപമുണ്ട്. എങ്ങനെ? ഒന്നിൽ അപ്പം വഴി 4 തലമുറ, അമ്മ വഴി അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ അമ്മ, അമ്മയുടെ അപ്പൻ, അമ്മയുടെ അമ്മ, അമ്മയുടെ അപ്പൻ്റെ അപ്പൻ, അമ്മയുടെ അമ്മയുടെ അപ്പൻ. ഇങ്ങനെ ശാപങ്ങളിലൂടെ ശാപം വരാം. ഈ ശാപം പിടിച്ച മനുഷ്യനെ വിടിവിക്കാൻ കഴിയാൻ ഒരാൾ നമുക്ക് വേണ്ടി ശാപമായി. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം യേശു ശിക്ഷയേറ്റു. യേശു ശാപമായി. കുരിശിൻ്റെ മൊഴികൾ. ആ മൊഴികളിൽ ഒരു മൊഴി ഇതാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ എലോഹി എലോഹി ലമ്മാ ശബക്താനി, എലോഹി എലോഹി ലമ്മാ ശബക്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ അവരോർത്ത് ഏലിയാവെ വിളിക്കുക, എൻ്റെ ദൈവമേ. സാധാരണ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതാണ് പലപ്പോഴും ചിലർ പ്രത്യേകമായിട്ട് ചോദിക്കും, ദൈവം മരിക്കാനൊക്കുമോ? ദൈവമായ ഒരാൾക്ക് മരിക്കാനൊക്കുമോ? ഇല്ല. മരിക്കുന്ന ഒരാളെ ദൈവമെന്ന് വിളിക്കാമോ? ഇല്ല. ദൈവം അമർത്യനല്ലേ? അമർത്യനാണ്. പിന്നെ എന്തിനാ യേശു മരിച്ചത്? ഒറ്റ നിമിഷം പിതാവ് മുഖം തിരിച്ചു, സ്വന്തം തോളിൽ തലചായ്ച്ചു മരിച്ചു. എന്തിന്? ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന മനുഷ്യന് നിത്യജീവന്റെ വഴി തുറന്നു കൊടുക്കാൻ അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു. യേശു ശിക്ഷയേറ്റു. യേശു ശാപമായി. യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. അല്ല, തീർന്നില്ല പ്രിയരെ. അവൻ ധനവാനായിരുന്നു, സമ്പന്നായിരുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ആരായി? ദരിദ്രനായി. എന്തിന്? നമ്മളെ ക്രിസ്തുവിൽ സമ്പന്നരാക്കാൻ അവിടുന്ന് നമുക്ക് വേണ്ടി ദരിദ്രനായി. അവിടുന്ന് നിന്നയേറ്റു. എന്തിന്? നമ്മൾ മാനിക്കപ്പെടാൻ. അവിടുത്തെ ചങ്ക് തുറന്നു. എന്തിന്? നമ്മുടെ പാപം എത്ര കട്ടിച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിപ്പാൻ. അവിടുത്തെ പുറം അടിച്ച് തകർക്കപ്പെട്ടു. എന്തിന്? അവൻ്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം തരാൻ. അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ വിരൂപനായി. എന്തിന്? രോഗം വിരൂപപ്പെടുത്തിയ, മദ്യം വിരൂപപ്പെടുത്തിയ, പാപം വിരൂപപ്പെടുത്തിയ നമ്മുടെ വൈരൂപ്യം മാറ്റി മനുഷ്യന്റെ ദൈവിക സൗന്ദര്യം വീണ്ടെടുക്കാൻ അവൻ നമുക്ക് പകരം വിരൂപനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മരിച്ചത് കൊണ്ട് നമ്മൾ ജീവിക്കുക. എന്താ ക്രൂശി നടക്കുന്നറിയാമോ?
ക്രൂശി നടക്കുന്നത് ഒറ്റ കാര്യമാണ്. ക്രൂശി നടക്കുന്നത് ഒരു എക്സ്ചേഞ്ചാണ്. ഇന്ന് എക്സ്ചേഞ്ചുകളുടെ ലോകമാണ്. എന്നാൽ ആദ്യം ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. എന്താ? പഴയ കാലത്തെ ബാർട്ടർ സിസ്റ്റം അറിയാമോ? കാച്ചിൽ കൊടുത്താൽ എന്തോ കിട്ടും? ചേന കിട്ടും. ചേന കൊടുത്താൽ കപ്പ കിട്ടും. നെല്ല് കൊടുത്താൽ ഗോതമ്പ് കിട്ടും. ഗോതമ്പ് കൊടുത്താൽ നമുക്ക് വേണ്ട ചോളം കിട്ടും. എന്തുണ്ടോ അത് കൊടുക്കുക, വേണ്ടത് മേടിക്കുക. അതായിരുന്നു ആദ്യത്തെ എക്സ്ചേഞ്ച്. കാലം മുമ്പോട്ട് പോയി. പഴയ കശവ് കൊടുത്താൽ പുതിയ കശവ് കിട്ടും. പഴയ അലൂമിനിയം പാത്രം കൊടുത്താൽ ചളുക്കി പൊളിച്ചിട്ടിട്ട് കുറച്ച് പൈസ കൂടെ കൊടുത്താൽ പുതിയ അലൂമിനിയം പാത്രം ഇപ്പം കാണുന്നില്ല. പഴയ പ്ലാസ്റ്റിക് ചെരുപ്പ് എല്ലാം മേടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഒന്നീ പൈസ അല്ലെങ്കിൽ പുതിയ പാത്രം തരും. ഓർമ്മയുണ്ടോ? കാലം മുമ്പോട്ട് പോയി. പഴയ മിക്സി കൊടുത്ത പുതിയ മിക്സി, പഴയ ടി വി കൊടുത്ത പുതിയ ടി വി, പഴയ ഫ്രിഡ്ജ് കൊടുത്ത പുതിയ ഫ്രിഡ്ജ്, പഴയ വണ്ടി ഓണമൊക്കെ ആകുമ്പം വരും വമ്പിച്ച എക്സ്ചേഞ്ച് മേള. പഴയ കാറ് കൊടുത്താൽ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ പുതിയ കാറ്, ഏറ്റവും ലളിതമായ ലോൺ സൗകര്യങ്ങൾ നോക്കൂ, വായ്പ മേള, എക്സ്ചേഞ്ച് മേള നടക്കും. എന്നാൽ ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ പഴയ മനുഷ്യനെ കൊടുത്താൽ ഡൈ ചെയ്ത് കുറച്ച് തരും, പക്ഷേ പുതിയ മനുഷ്യനാക്കി, പുതിയ സ്വഭാവമാക്കി, പുതിയ ആളാക്കി തരുന്ന ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. അതെവിടെ നടക്കുന്നു? കാൽവരി കുരിശിൽ നടക്കുകയാണ്. അതാണ് സുവിശേഷ പ്രസംഗം, അതാണ് സുവിശേഷം, അതാണ് സുവിശേഷം. എന്ത്? പഴയ മനുഷ്യനെ പുതിയ മനുഷ്യനാക്കുന്ന, ലൗകികനെ ആത്മീയനാക്കുന്ന, അമ്മയ്ക്ക് വേണ്ടാത്തവനെ അമ്മയ്ക്ക് കൊള്ളാവുന്നവനാക്കുന്ന. ഭാര്യ പറയുന്ന ഈ മനുഷ്യൻ എൻ്റെ കഴുത്തിൽ താല കെട്ടിയപ്പോൾ എൻ്റെ ജീവിതം നശിച്ചു എന്ന് പറയുന്നവനെ, ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ, എനിക്ക് ജീവിച്ചിട്ട് കൊതി തീർന്നില്ലെന്ന് പറയുന്ന രീതിയിൽ മാറ്റം വരുത്താൻ കഴിവുള്ള ഒന്നുണ്ട്. അതാണ് കുരിശിൽ നടക്കുന്ന എക്സ്ചേഞ്ച് മേള. ഹല്ലേലൂയ. മാനവലോകമേ, ലൈവിലൂടെ കേൾക്കുന്നവരെ, ഇന്ന് രാത്രി പറയട്ടെ, കുരിശി നടക്കുന്നത് ഭയങ്കര എക്സ്ചേഞ്ചാണ്. ആ എക്സ്ചേഞ്ചിൽ പ്രിയമുള്ളവരെ, മനുഷ്യന് മാറ്റം ഉണ്ടാക്കുന്ന നരഭോജികളെ നരസ്നേഹികളാക്കുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന ഒറ്റ എക്സ്ചേഞ്ചേ ഉള്ളൂ. അതാണ് കാൽവരിയുടെ എക്സ്ചേഞ്ച്. ആധുനിക ലോകത്തിന് ആവശ്യം പണമല്ല, ആധുനിക ലോകത്തിന് ആവശ്യം വലിയ ആഡംബരത്തിന്റെ സൗകര്യങ്ങളല്ല. ആധുനിക ലോകത്തിന് ആവശ്യം മനുഷ്യനെ മാറ്റുന്ന ദൈവത്തിന്റെ കരസ്പർശനമാണ്. അതാരിലൂടെ ലഭിക്കും? കുരിശിൽ ആണിപ്പഴുതുള്ള കൈകളിലൂടെ ലഭിക്കുന്ന ഒന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശാപത്തിന്റെ കണ്ണികൾ എത്ര പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററേ പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കാൻ വെച്ചിട്ടാ കാരണവന്മാർ പോയേക്കുന്നത്, തീരത്തില്ല, അനുഭവിച്ച് തീർക്കാം. എന്തോ പിന്തുടരുന്ന പോലെ വിധിയെ പഴിക്കുന്ന മനുഷ്യൻ കർത്താവിൻ്റെ അടുക്ക വന്നാൽ അവൻ്റെ ശാപം എത്ര വലുതാണെങ്കിലും, എത്ര തലമുറയുടെ പഴക്കമുണ്ടെങ്കിലും, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ജീവശക്തിയായി മാറും. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷാത്വം, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ജീവശക്തിയായി മാറും. അവിടെ തകരും. എന്ത്? ശാപത്തിന്റെ കെട്ടുകൾ തകരും. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, രാവിലെ കുടിച്ചില്ലേ വിറയ്ക്കുന്ന എത്ര പേർ ലോകമെമ്പാട് ഇന്ന് പുസ്തകം എടുത്തുകൊണ്ട് നടപ്പുണ്ട്. രാവിലെ കുടിച്ചില്ലേ കൈവിറയ്ക്കുന്നവർ ഇന്ന് പുസ്തകം എടുത്തുകൊണ്ട് നടക്കാൻ കാര്യം എന്താ? പാപത്തിന്റെ കയത്തിൽ നിന്ന് വിടിപ്പിക്കുന്ന ക്രൂശിന്റെ ശക്തി. അതെ, അതാണ് ബലി, അതാണ് ക്രൂശ് നടന്ന ബലി. എൻ്റെ ആവേശത്തോടെ ഞാൻ പറയുന്നു, ഹല്ലേലൂയ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മാനവകുലത്തിന് വേണ്ടി നൽകപ്പെട്ട ബലി, അതാണ് ക്രൂശിന്റെ ബലി, അതാണ് ക്രൂശിന്റെ ബലി. എന്തിന്? നമ്മുടെ ശിക്ഷ അവന്റെ മേലായി, നമ്മുടെ ശാപം അവന്റെ മേലായി, നമ്മുടെ മരണം അവന്റെ മേലായി. ഇത് മുഴുവൻ ലോകത്തിന് വേണ്ടിയാ, മുഴു ലോകത്തിന് വേണ്ടിയാ. എല്ലാവരാലും ഒരുവനാൽ എല്ലാവരും പാപികളായെങ്കിൽ ഒരുവന്റെ അനുസരണത്താൽ, റോമർ 6, എല്ലാവരും നീതിമാന്മാരാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ക്രൂശി മരിച്ചു. പക്ഷെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്ന എപ്പോഴാ? പാപം ചെയ്യാൻ എടുത്ത ഒരു ദിഷണാശക്തി കൊണ്ട് തീരുമാനശേഷി, അതുപയോഗിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വീകരിക്കണം. വിശ്വസിച്ചാൽ പോരാ. ഇന്ന് പറ്റിയേക്കുന്ന ലോകം അപകടം. പലരും വിശ്വാസികളാണെന്ന് ചോദിച്ചാൽ പലരും വിശ്വാസികളാ. പ്രമുഖ സാഹിത്യ നിരൂപകനായിരുന്ന അപ്പൻ സാറ് ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചമൊക്കെ എഴുതി അദ്ദേഹത്തെക്കുറിച്ചൊരു കഥ കേട്ടു. രാവിലെ ദൈവദാസന്മാരെ ട്രാക്റ്റുമായിട്ട് പോയപ്പോൾ ബഹുമാനായ സാഹിത്യ നിരൂപകൻ രാവിലെ ഇരുന്ന് വേദപുസ്തകം വായിക്കുന്നു. അവരത്ഭുതപ്പെട്ടു. സാറ് വിശ്വാസിയാണ്.
വിശ്വാസിക്കാണോ ട്രാക്ട് കൊടുക്കാൻ പോയത്? സാറ് വിശ്വാസിയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന്, വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ വിശ്വാസി പിശാച് അവൻ ദൈവപുത്രനെന്ന് വിശ്വസിക്കുകയും അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്? വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ പിശാചും വിശ്വാസിയായ പോരാ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ ലോകത്തിലേക്ക് വന്നു. അർത്ഥം, അവൻ ലോകത്തിലേക്ക് വന്നു, ലോകമോ അവനെ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. വിശാലമായ ലോകത്തിന് യേശുവിനെ അറിയത്തില്ല. ഇന്ത്യയിൽ എത്രയോ ജനകൂടികൾക്ക് യേശുവിനെ അറിയത്തില്ല. അവരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. എന്നാൽ അവൻ സ്വന്തത്തിലേക്ക് വന്നു, യഹൂദിൻ്റെ അടുത്തേക്ക്. സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. യഹൂദന്മാർക്ക് അവനെ അറിയാമായിരുന്നു, അവർ മിശിഹായെ കാത്തിരുന്നവരാ. കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ എന്തു കൊടുത്തു? അവനെ കൈക്കൊള്ളുക എന്ന് പറയുന്നത് ബുദ്ധിയുടെ അറിവല്ല പ്രിയരെ. ബുദ്ധിക്കപ്പുറത്ത് ബുദ്ധിപരമായ അറിവുള്ള ഒത്തിരി പേരുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനീഷ് തോമസ് കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറി നാട്ടിലോട്ട് പോകുമ്പോൾ കണ്ണൂരിലെ ഒരു പ്രമുഖനായ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രമുഖനായ നേതാവ് ആ ട്രെയിനിലുണ്ട്. അദ്ദേഹം അനീഷ് പാസ്റ്ററോട് ചോദിച്ചു, താങ്കൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സുവിശേഷകനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, സഹോദരാ, മത്തായി സുവിശേഷം 5, 6, 7 അധ്യായത്തിലെ 111 വാക്യങ്ങൾ എനിക്ക് കാണാപ്പാടാ. അനീഷ് പാസ്റ്റർ ഞെട്ടിപ്പോയി. 111 വാക്യം ഉണ്ടെന്ന് പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു, എനിക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ അവർക്കറിയാം, വിശ്വസിച്ചാൽ പോരാ, ഉള്ളി സ്വീകരിക്കണം, കൈക്കൊള്ളണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരായി തീരാൻ? ദൈവ മക്കളായി തീരാൻ. മക്കളെങ്കിൽ അവകാശികളാവും. എന്തിന്? മരണത്തിലൂടെ നേടിയെടുത്ത നിത്യജീവൻ അവകാശികളായി മാറും. ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ളവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. രണ്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്നിരിക്കുന്നവരോട് പറയട്ടെ, വീണ്ടും പലപ്പോഴും ബന്ധിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാ, ആത്മാവിനാൽ നയിക്കപ്പെടാതെ പലപ്പോഴും ജഡത്തിൻ്റെ ചിന്ത ആത്മാവിൻ്റെ ചിന്തയ്ക്ക് വിരുദ്ധമാണ്. ജഡത്തിൻ്റെ ചിന്ത ആത്മാവിൻ്റെ ചിന്തയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് വിശ്വസിച്ചാൽ പോരാ, അവനെ കൈക്കൊണ്ട് അവിടുത്തോട് ചേർന്ന് നടക്കണം. എന്താണ് രക്ഷാനുഭവം? സജീവമായ ബന്ധം യേശുവുമായിട്ട്. എന്നും യേശു കർത്താവിനോട് വർത്താനം പറയണം, എന്നും യേശുവിനോട് സംസാരിക്കണം, എന്നും യേശുവിൻ്റെ വാക്ക് കേൾക്കണം. ഒറ്റ വഴി ഉള്ളൂ അവൻ്റെ വാക്ക്, അവിടുത്തെ വാക്ക് കേൾക്കാൻ. അതാണ് വിശുദ്ധ വചനം വായിക്കുമ്പോൾ അവിടുത്തെ ശബ്ദം കേൾക്കുക. അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി മാറുവാൻ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. അവനെ കൈക്കൊള്ളുക. 2, അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചത് എന്തിനാ? ഞാൻ പറഞ്ഞു, ദൈവം മരിക്കുമോ? ഇല്ല. എന്തിന് ദൈവം മരിച്ചു? മരണം മൂലം നമ്മുടെ മേലുണ്ടായ മരണം മാറ്റി നിത്യജീവൻ തരുവാൻ ആര് മരിച്ചു? യേശു മരിച്ചു. ആ മരണം എങ്ങനെ നമ്മുടെ മരണമാക്കാം? റോമർ 6. അങ്ങനെ സ്നാനത്താൽ അവൻ്റെ മരണത്തോട് നമുക്ക് എന്ത് ചെയ്യാൻ കൊള്ളും? ഏകീഭവിക്കാൻ ഒക്കും. ലോകം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴാണ്? സ്നാനത്തിന് ഭയങ്കര പ്രശ്നമാണ്. സ്നാനപ്പെടുമ്പോഴേ ഉള്ളൂ കൺവേർഷൻ സ്ഥിരീകരിക്കുന്നത്. ആരാധനയ്ക്ക് ആർക്കും പോകാം, എവിടെയും പോകാം, ആർക്കും ആരെയും ആരാധിക്കാം. പക്ഷേ സ്നാനം എന്താ ഈ പ്രശ്നം? ഉണ്ട്. സ്നാനത്തിൻ്റെ പ്രശ്നം, സ്നാനത്തിൽ അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുമ്പോൾ നമ്മുടെ മേലുള്ള പഴയ മനുഷ്യൻ്റെ പിടി പൊട്ടി തകരുകയാണ്. പിന്നെ അവൻ അവകാശം പറയാൻ ബാക്കിയില്ല. അതുകൊണ്ടാണ് ഇന്നും സ്നാനത്തിന് പ്രശ്നം. പക്ഷെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ നമ്മുടെ ഒപ്പം നടക്കുന്ന ക്രിസ്തുവുണ്ട്. വളരെ ചെറുപ്പം, കല്യാണം കഴിഞ്ഞിട്ട് മക്കൾ പോലും ഇല്ലാത്ത പ്രായത്തിൽ കൗവും പറയാറാറ്റി നിന്നുകൊണ്ട് ഒരു പ്രായമുള്ള ദൈവദാസൻ CC മാത്യു സാർ എന്ന് പറയുന്ന മരുപ്രായക്കൂട്ടത്തിൽ അന്നത്തെ തികഞ്ഞ ഭക്തനായിരുന്ന മനുഷ്യൻ വിളിച്ചു ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ സ്നാനപ്പെടാൻ? തെക്കും ബുക്കും നോക്കാതെ, പ്രിയമുള്ളവർ, ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ നടന്നു പോയ എൻ്റെ അമ്മ ഈ ചോദ്യം കേട്ട് എടുത്തൊരു ചാട്ടം വെച്ച് കൊടുത്ത് ആറ്റിലോട്ട്. തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ആരോ കൊണ്ടുവന്ന സാരി ഉടുത്ത തിരിച്ചു കയറ്റിയത്. പക്ഷെ ഒരു കാര്യം, തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ആ വഴിയെ ആയിരക്കണക്കിന് ആളുകൾ തൻ്റെ പിന്നാലെ ക്രിസ്തുവിനെ മരണത്തോട് അനുരൂപപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടാലേ അവൻ്റെ പുനരുത്ഥാനത്തോട് അനുരൂപപ്പെടാനൊക്കത്തുള്ളൂ. യേശു ക്രിസ്തു മരിച്ചു. 2, അടക്കപ്പെട്ടു. 3, നാൾ എന്ത് ചെയ്തു?
ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തു അല്ല, മരിച്ചു, അടക്കപ്പെട്ടു, അപ്പോൾ ഉയർപ്പിൽ പങ്കാളിത്തം ഉണ്ടാകണമെങ്കിൽ എന്തിൽ പങ്കാളിത്തം ഉണ്ടാകണം? മരണത്തിൽ പങ്കാളിത്തം ഉണ്ടാകാനുള്ള ഏക വഴി റോമർ 6 കൃത്യമായിട്ട് പറയുന്നു. അവൻ്റെ മരണത്തോട് എന്ത് ചെയ്യണം? അനുരൂപപ്പെടണം. മതം മാറാനല്ല, സഭയിൽ ചേരാനല്ല. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ ആ മരണം എൻ്റെ മരണമാക്കാൻ കർത്താവ് അനുവദിച്ചിരിക്കുന്ന ഒരു വഴിയാണ് എന്ത്? വിശുദ്ധ സ്നാനത്തിൽ അവനോട് ചേരുകയാ. സ്നാനപ്പെടാൻ ഭാഗ്യം ലഭിച്ചവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പല തടസ്സങ്ങളുണ്ടാകാം. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. അവൻ ആളിക്കുറിവനായിരുന്നു. എന്ത് നിമിത്തം? ജനക്കൂട്ടം നിമിത്തം. കാണാൻ കഴിയായാൽ മുന്നോട്ടോടി സിക്മോർ ട്രീയിൽ വലിഞ്ഞു കീറി, കാട്ടത്തിമട വലിഞ്ഞു കയറി. അവനെ യേശു കണ്ടിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നോടുകൂടെ എന്ത് ചെയ്യുക? നിൻ്റെ വീട്ടിലേക്ക് വരിക, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരിക. ഒരു കാര്യം ഓർത്തോണേ, സക്കായിയുടെ തടസ്സം ജനക്കൂട്ടമായിരുന്നു. ഇന്നും പലരുടെയും തടസ്സം ജനക്കൂട്ടമാ. എന്നാൽ ഒരു കാര്യം, മുന്നോട്ട് ഓടിയാൽ നാം ഇരിക്കുന്നിടത്ത് വന്നിട്ട് നിൻ്റെ വീട്ടിൽ വരുന്ന ഒരാളുണ്ട്. അവിടുത്തെ പേരാണ് യേശു. നസ്രയനായ യേശു. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് പറയാനുണ്ട്. യേശുവിൻ്റെ മരണത്തോട് ചേരണം, യേശുവിൻ്റെ മരണത്തോട് ചേരണം. അതാണ് സ്നാനം. തീർന്നില്ല പ്രിയരെ, ലോകത്തോട് പറയണ്ടേ എന്ത്? നീ മരിക്കണ്ട. ആത്മഹത്യ പെരുകുക. ലോക ആത്മഹത്യയുടെ ഒന്നാമത്തെ പട്ടികകളിലേക്ക് ഇന്ത്യക്ക് സ്ഥാനം കിട്ടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഒരു സംസ്ഥാനം ഏതായിട്ട് മാറി? കേരളം. 1, 2 ഇങ്ങനെ കുതിച്ചു കയറുകയാ. ആത്മഹത്യ ചെയ്യുമ്പോൾ അവനോട് പറയാൻ കഴിയണം, കുഞ്ഞെ നീ മരിക്കണ്ട, നിനക്ക് പകരം ഒരാൾ മരിച്ചിട്ടുണ്ട്. ഈ ലോകത്തോട് പറയണം, നിനക്ക് പകരം ഒരാൾ ശിക്ഷയേറ്റു, നമുക്ക് പകരം ഒരാൾ ശാപമായി, നമുക്ക് പകരം ഒരാൾ മരിച്ചു. ഒരു പകരക്കാരൻ നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു, നമുക്ക് വേണ്ടി ശാപമായി, നമുക്ക് വേണ്ടി മരിച്ചു. ആ പറയുന്നതിൻ്റെ പേരാണ് സുവിശേഷ വേല. അത് പറയുന്നതാണ് സുവിശേഷ വേല. കർത്താവിനെ കുറിച്ച് പറയണ്ടേ? എന്ത് പറയണം? അവൻ മരിച്ചു, നാം ഇനി മരിക്കണ്ട, നമ്മുടെ സ്ഥാനത്ത് ഒരാൾ മരിച്ചു. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയത്ത് കർത്താവിൻ്റെ വില ചെയ്യണം. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം അന്ന് ഇന്നത്തെ +2 അല്ല, പ്രീ ഡിഗ്രി ഉള്ള സമയം. പ്രീ ഡിഗ്രി ഉള്ള കോളേജിൽ പഠിച്ചിട്ടുള്ള ഓർമ്മകളുള്ളവരൊന്ന് കൈവെക്കാമോ? പ്രീ ഡിഗ്രി ഉള്ള കോളേജിൽ അതായിരുന്നു കോളേജ്. ഇപ്പം എന്താണ്ട് പ്രീ ഡിഗ്രി അങ്ങ് പോയപ്പം കോളേജിൽ 10,000 പിള്ളേർ ഇങ്ങനെ വരും. +2 സ്കൂളിൻ്റെ ഭാഗമല്ലേ മറ്റേ കോളേജ് വരുമ്പോൾ SFIക്കാർ അവിടെ നിന്ന് പറയുന്നു, വി സല്യൂട്ട്, റെഡ് സല്യൂട്ട് ടു ന്യൂ കമേഴ്സ്. KSUക്കാർ പറയുന്നു, വി സല്യൂട്ട്, ബ്ലൂ സല്യൂട്ട് ടു ന്യൂ കമേഴ്സ്. KSM, KSJ, പോരാ, ABVP, അങ്ങനെ വിവിധ പാർട്ടികൾ, ASF നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും നിന്നു ട്രാക്റ്റ് കൊടുക്കാൻ 3 പേര്. ആ 3 പേരും ഇന്ന് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാം, ആയ കാലത്ത് യേശുവിന് വേണ്ടി നിന്ന അതുകൊണ്ടാണ് സഭാപ്രസംഗം പറയുന്നു, യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് ആരെ അറിയണം? സൃഷ്ടാവിനെ അറിയണം. യൗവനക്കാലത്ത് സൃഷ്ടാവിനെ അറിഞ്ഞാൽ ഒരു ഗുണമുണ്ട്, മനുഷ്യൻ്റെ യൗവനം മാറും, വാർദ്ധക്യം വരും. നരയ്ക്കുമ്പോളം ചുമക്കുമെന്നൊരു വചനമുണ്ടോ? എന്നാ കാര്യം അറിയാമോ? നരയ്ക്കുമ്പോൾ ആർക്കും വേണ്ട. അതുകൊണ്ടാണ് സംഗീതക്കാരൻ 71 പറയുന്നു, ഉയർത്തിയാൽ ഇത് ചുമന്നാൽ നരയ്ക്കുമ്പോൾ നമ്മെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുക. ഈ രാത്രി എളിദാസൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. എൻ്റെ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ,
എൻ്റെ കുഞ്ഞുങ്ങളെ, യേശുവിനെ കുറിച്ച് പറയണം. എന്ത് പറയണം? അവൻ മരിച്ചിട്ടുണ്ട് നിനക്ക് പകരം. ക്യാമ്പസിൽ ജോലി സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവരോട് യേശു നിനക്ക് വേണ്ടി മരിച്ചു, നീ മരിക്കണ്ട. അതാണ് സുവിശേഷ വേല. അത് പറയാൻ യേശുവിൻ്റെ നാവായി മാറാൻ, യേശുവിൻ്റെ നാവായി മാറാൻ, യേശുവിൻ്റെ കൈകളായി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്താമോ? കർത്താവിൻ്റെ വേല ചെയ്യാൻ വത്സല്യ പിതാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ വേല ചെയ്യാൻ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിക്കേ. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ, അതിപ്പര ഒരു ഭാഗ്യം ഇല്ല മക്കളെ. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ. യൗവനം മായ, ഇത് വേഗം പോകും. യൗവന ദിശ കഴിയും, വാർദ്ധക്യം വരും. ഇന്ന് ചുമന്നാൽ നാളെ നിന്നെ ഉള്ളം കൈ ചുമക്കും. ഈ പുസ്തകം ചുമക്കണം. ഇന്ന് പലർക്കും ലജ്ജയാ. അതുകൊണ്ടാണ് ക്രൂശിൻ്റെ വചനം നശിച്ചു വന്നവർക്ക് ഭോഷത്വമാ. എന്നാൽ ക്രൂശിനെക്കുറിച്ച് ലജ്ജിക്കാൻ, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്ത സാക്ഷികളായി നിൽക്കുവാൻ കർത്താവിൻ്റെ മുമ്പിൽ തീരുമാനിച്ച മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കുക. എനിക്ക് സ്നാനപ്പെടാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല, എന്നാൽ ഇന്ന് ചെയ്യണമെന്ന് പറയത്തില്ല. ദൈവം ഒരവസരം തന്നാൽ എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവെ, ജനക്കൂട്ടം തടസ്സമാണ്, ഇന്നത്തെ പരിമിതികളിൽ പാടാ എന്ന എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിലും എൻ്റെ ഒരു വലിയ അനുഭവം, ഒരു ഇതര മതപശ്ചാത്തലത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഈ എളിയവനെ കാണാൻ വന്നു. അതിൻ്റെ പരിമിതികളുണ്ട്, എങ്കിലും ആ കുട്ടി എന്നെ കാണാൻ വന്നു. 10, 21, 22 വയസ്സ് കാണാം. ആ മക്കളെന്നോട് പറഞ്ഞ് എനിക്ക് സ്നാനപ്പെടണം. ഞാൻ മാക്സിമം ഡിസ്കറേജ് ചെയ്തതിനെ. കുഞ്ഞെ, നീ ഏതാണ്, എവിടുന്നോ വന്നതാണ്? എന്നോട് പറഞ്ഞെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ കാണുമെന്നറിയത്തില്ല, പക്ഷേ എനിക്ക് സ്നാനപ്പെടണം. എനിക്കവിടെ വാക്കുകളിൽ സീരിയസാണെന്ന് മനസ്സിലായി. മകരം മാറിയിടാൻ അവിടെ ഈ ഡ്രസ്സില്ല. എൻ്റെ വൈഫിൻ്റെ ഡ്രസ്സ് കൊടുത്ത കുട്ടി സ്നാനപ്പെട്ടു. എനിക്ക് മനസ്സിലായി, ഷി വാസ് വെരി സീരിയസ്. എൻ്റെ കൈകൾ രോമം എഴുന്നേൽക്കുന്നു. ഞാൻ അവളെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ കാഷ്വലായിട്ടൊരു ചോദ്യം ചോദിക്കും. നമ്മൾ ഇത് സ്ഥിരം നമ്മുടെ ഓർമ്മയിൽ കിടക്കുക, ജീവപര്യന്തം വിശ്വസ്തയായിരിക്കുക. കർത്താവ് നിനക്ക് ഇവൻ്റെ കിരീടം തരും. ഇത് നമ്മുടെ ഫ്ലിപ്പ് ഓഫ് ടങ്ങി ഇരിപ്പുണ്ട്. ഞാനിത് പറയും, തിരിച്ചൊരു നിലവിളിയായിരുന്നു. ഞാൻ വിശ്വസ്തയായിരിക്കും. 20 മിനിറ്റോളം ആ പെൺകുട്ടി ആ വെള്ളത്തിൽ നിന്ന് കരഞ്ഞു. അവൾ കയറിപ്പോയി. ഞാൻ പിന്നെ അവളെ കണ്ടിട്ടില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നിത്യത പുലരും. ഞാൻ അവളെ തിരിച്ചറിയും. കർത്താവ് വരാൻ അവൾ വിശ്വസ്തയാ. ഉണ്ണിയെ കാണുമ്പോൾ അറിയാം, ഉരുളപ്പഞ്ഞം. അവൾ വിശ്വസ്തയായിരിക്കും. യേശു വരാറായി. അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെട്ട് സ്നാനപ്പെടാൻ ആഗ്രഹമുള്ള ആരെങ്കിലും എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചേ. ജനക്കൂട്ടമാണോ നിങ്ങളുടെ തടസ്സം? എനിക്ക് ആഗ്രഹമുണ്ട്, ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, എന്നാൽ സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കണ്ണൂർ സെൻട്രൽ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ എളിവൻ ചോദിക്കുന്നു, ഒന്ന് കര ഉയർത്താമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങനെ കര ഉയർത്തുന്നവർ ഉയർത്തിക്കുക. സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്, ധൈര്യമായിട്ട് കൈ ഉയർത്ത്. കർത്താവ് കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് സഹോദരി അനുഗ്രഹിക്കട്ടെ. സ്നാനപ്പെടാൻ ആഗ്രഹമുള്ളവരൊന്ന് കര ഉയർത്തിക്ക്. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് സ്തുതിച്ചേ. രാത്രി കരങ്ങളടിച്ച് സ്തുതിച്ചേ. സ്വത്രം 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിന്മേൽ വഹിച്ചുകൊണ്ട് പോയ കർത്താവിന് ഞാൻ ചോദിക്കുക, ആ കർത്താവിന് അപമാനം വരുത്തുന്ന ഒന്നും എൻ്റെ ശിഷ്ടായുസ്സിൽ സംഭവിക്കാതെ എനിക്ക് ഇനി ജീവകാലത്ത് അപമാനം വരുത്തുന്ന ഒന്നും എൻ്റെ സഭാ ജീവിതത്തിലോ, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലോ, എൻ്റെ കുടുംബ ജീവിതത്തിലോ, എൻ്റെ പൊതുജീവിതത്തിലോ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലോ സംഭവിക്കാൻ ഞാൻ അറിഞ്ഞുകൊണ്ടിടയാക്കത്തില്ലെന്ന് തീരുമാനിക്കുന്നവർ കരമുയർത്തി പ്രാർത്ഥിച്ചേ. ആ നാമത്തിന് അപമാനം വരുത്തുന്ന ഒന്നും എൻ്റെ വ്യക്തിപരമോ സഭാപരമോ, ഇന്ന് പലപ്പോഴും സഭകളിലൊക്കെ ഉണ്ടാകുന്നത്
ആ നാമത്തെ നിന്ദിക്കപ്പെടുകയോ ഇല്ല. ഉണ്ടാകരുത്. സഭാവിശ്വാസികളെ, നമ്മൾ ന്യൂനപക്ഷമാണെങ്കിലും നമ്മുടെ ശക്തി ക്രൂശിന്റെ ശക്തിയാ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാ. ആ നാമത്തിന് അപമാനം വരുന്ന ഉണ്ടാകരുത്. ഈ നാമത്തോട് കുറിച്ച് പറയണം. അവൻ മരിച്ചു എന്ന് പറയണം, ലോകത്തോട് പറയണം, ഈ തലമുറയിൽ പറയണം. അതിനാണ് കർത്താവ് നമ്മളെ ഈ തലമുറയിൽ ജനിക്കാൻ ഭാഗ്യം തന്നത്. എന്തിനാ? ഈ തലമുറയോട് പറയാൻ, നീ മരിക്കണ്ട, നിനക്ക് പകരം ഒരാൾ മരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കരങ്ങളടിച്ച് അവിടുത്തെ മക്കളുടെ ഒപ്പം പാടാ. ആ സമയത്ത് ശാപക്കെട്ടുകൾ അഴിയട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ഭയങ്ങൾ പുറത്തു പോകട്ടെ, മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ, വിദ്യാഭ്യാസ ഭാവി അടഞ്ഞവർക്ക് വിദ്യാഭ്യാസ ഭാവി തുറക്കട്ടെ, ദൈവസഭയിൽ പുതിയ കുടുംബങ്ങൾ വരട്ടെ, സഭാ വളർച്ച നടക്കട്ടെ, കണ്ണൂർ പട്ടണം, കണ്ണൂർ ജില്ല യേശുവിനെ അറിയട്ടെ. മലബാർ മേഖലയ്ക്ക് വേണ്ടി കരഞ്ഞ കണ്ണീരുകൾ അത് വിത്തുകളായി ആത്മാക്കളായി കിളുക്കട്ടെ. ഒരു വലിയ ആത്മപ്രവാഹവും ആത്മാക്കളുടെ പ്രവാഹവും ദൈവസഭയ്ക്കകത്തുണ്ടാകട്ടെ. നമുക്ക് ചേർന്ന് പാടാം. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ അണിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ